പുത്രനാം അയ്യപ്പ സ്വാമിയെ കരളിന്റെ കൈകളാൽ കൂപ്പി. താരക ബ്രഹ്മമാമയ്യപ്പ സ്വാമി താവക ദർശനം ജന്മപുണ്യം. താരക ബ്രഹ്മമാമയ്യപ്പ സ്വാമി താവക ദർശനം ജന്മപുണ്യം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. തിരുവുള്ളക്കാവിൽ നിൻ തിരുമുമ്പിലല്ലോ ഞാൻ അറിവിന്റെ ഹരിശ്രീ കുറിച്ചു. തിരുവുള്ളക്കാവിൽ നിൻ തിരുമുമ്പിലല്ലോ ഞാൻ അറിവിന്റെ ഹരിശ്രീ കുറിച്ചു. വരദാനമൂർത്തി നീ സംഗീത സാഗര തിരയെടുത്തെന്നിൽ നിറച്ചു. ആത്തിരയിലായിരമെടുത്തെടുത്തഭിഷേക ജലമൂറ്റി വച്ചു. ഹൃദയകുംഭം നിറച്ചിവൻ വച്ചു. താളപ്രപഞ്ചമാമയ്യപ്പ സ്വാമി ചിന്തകത്വം കേട്ട കർമ്മപുണ്യം. താളപ്രപഞ്ചമാമയ്യപ്പ സ്വാമി ചിന്തകത്വം കേട്ട കർമ്മപുണ്യം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ചമ്രവട്ടത്തു പോയി ചമ്രം പടിഞ്ഞിരുന്നൊരു മണ്ഡലം ഞാൻ ജപിച്ചു. ചിത്തമോദേനനാഥൻ കനിയും സൗഭാഗ്യങ്ങൾ ഭക്തിയിൽ പരം മറ്റൊന്നില്ലെന്ന് ചൊല്ലിയിടുന്നേ. ഭക്തിയുണ്ടാകിൽ അയ്യപ്പദേവൻ ദാസനാവും അവർക്കെല്ലാം സിദ്ധിയും നൽകിയിടുന്നു. കൈവല്യപ്രദായകൻ ഭക്തവത്സലൻ പരബ്രഹ്മമാം ശ്രീ അയ്യപ്പൻ ഭക്തർക്ക് തന്നെ കൂടി നൽകിയിടും ദയാമയൻ. ഭക്തിയില്ലാത്തവർക്കോ സർവഹാനിയും ഭവിച്ചിടും. മുക്തിക്ക് കാരണം ശുദ്ധ ഭക്തി എന്നറിഞ്ഞാലും അർത്ഥ പുരുഷാകാരാദികൾ ഉണ്ടാകിലും ഉത്തമൻ ഭഗവാന്റെ കാരുണ്യമൊന്നില്ലെങ്കിൽ എത്തിയിടും അനർത്ഥങ്ങൾ നിമിഷം തോറും. എന്റെ ഭക്തരെ ഭജിച്ചിടോ അയ്യപ്പ ഭഗവാൻ. മുക്തലോചനൻ തന്നെ സേവിച്ചു മാണിടുവാൻ ശക്തമാം മനഃശുദ്ധിയൊന്നു മാത്രമേ വേണ്ടൂ. ധനമില്ലാത്തവരായാലും ബുദ്ധിയില്ലാത്തവരായാലും ശുദ്ധിയും ഭക്തിയും ചേർന്നാൽ ഉത്തമൻ പ്രസാദിക്കും. ധനമില്ലാത്തവരായാലും ബുദ്ധിയില്ലാത്തവരായാലും ശുദ്ധി ഭക്തികൾ ചേർന്നാൽ ഉത്തമൻ പ്രസാദിക്കും. അച്ഛനും ഗുരുനാഥനും ശബരിക്കൊപ്പം തന്നെ സായുജ്യം കനിഞ്ഞ ഒരു ഭക്തവത്സലൻ തന്നെ ചേതസ്സിൽ വിചാരിപ്പാൻ അക്കം ഏകും സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ എന്ന ഈ മന്ത്രമോദിയിടോ മാലോകരി. ദൈവമേ ദയാസിന്ധോ കാരുണ്യമേകോ നാഥ. ഭക്തപാലനം ചെയ്യുവാൻ സനത്തം രമിപ്പോനും
ഭക്തരക്ഷകാഹരേ നിൻ തിരുപാദത്തിങ്കൾ ഭക്തിയോടെ ഈ അയ്യപ്പ ഭാഗവത ഗ്രന്ഥത്തെ സമർപ്പിച്ച് നവാക്ഷരി 9 അക്ഷരം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സന്തതം ചൊല്ലിടുവാൻ അടിയൻ ഭജിക്കുന്നേ. നമസ്തേ ത്രിലോകേശ നമസ്തേ മോഹിനീശ്വരോ അയ്യപ്പദേവ ധർമ്മശാസ്താവേ സമസ്ത ബുദ്ധീശ്വര ശാശ്വത മഹാമൂർത്തേ ശരണം തരണമേ. അയ്യപ്പ കൃപാ സിന്ധോ 3 ലോകേശ ജയ മുക്കണ്ണസ്വനോ ജയ ഭൂമിയിൽ അവിടുത്തെ ഐശ്വര്യങ്ങൾ ഏകണമേ എന്റെ ജഗന്നാഥ. എല്ലാവരും എഴുന്നേറ്റ് അവിടെ നിന്ന് കൈ ഒപ്പിത്തൊഴണം. ആ സമയത്ത് ഹോമത്തിന്റെ കർപ്പൂരാരതി ബുദ്ധി ശക്തി ഭക്തി ശ്രദ്ധ ഇതെല്ലാം നൽകണേ ഭഗവാൻ. ഞങ്ങൾ 8 ദിവസം ഇരുന്ന ഇത് കേട്ടു. എല്ലാവരും എഴുന്നേറ്റ് കർപ്പൂരാരതി തൊഴണം. 3 ലോകേശ ജയ മുക്കണ്ണസ്വനോ ജയ. അടുത്ത 3 വരികളോടുകൂടി ഇത് പൂർത്തീകരിക്കുകയാണ്. പുസ്തകമുള്ളവർ പുസ്തകം നോക്കിയോ. ഭൂമിയിൽ അയ്യപ്പന്റെ ഐശ്വര്യങ്ങളേകുവാൻ എന്റെ ജഗന്നാഥ അയ്യപ്പ ജയ ജയ ജയ. 18 പടിയുടെ പൊരുളാം അയ്യപ്പ ദേവ സന്തതം ജയ ജയ അയ്യപ്പ മണികണ്ഠ ധർമ്മശാസ്താവേ ജയ. കൈ ഉയർത്തി സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ലക്ഷണശാസ്ത്രം ഇപ്പോൾ കൊണ്ടുവച്ച പൂ പൊതിഞ്ഞ പേപ്പറിൽ സൂര്യൻ തിളച്ചു പൂരം ജ്വലിച്ചു. ഒരു കൈയ്യടി കൊടുത്തു. സൂര്യൻ തിളച്ചു പൂരം ജ്വലിച്ചു. തൃശ്ശൂർ പൂരം കണ്ണിന് ആനന്ദമായി കുളമാക്കി. കാരായ്മ ഭഗവതിയുടെ പറക്കെഴുന്നത് ആണിപ്പോൾ. ധാരാളം പേപ്പർ കൊണ്ടോ സാധാരണ തല്ലി കൊല്ലിയൊന്നും കെട്ടിത്തൂക്കിയതെല്ലാം കൊഞ്ഞോണ്ട് വരും. അപ്പൊ ഇത് കൊണ്ടുവന്നത് നന്നായി, നല്ല ലക്ഷണമാണ്. ആരാണ് കൊണ്ടുവന്നത്? അമ്മയാണ്. ഓ നന്നായി. അപ്പൊ ഇത് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ശംഭോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. നമ പാർവതീപതേ ഹര ഹര മഹാദേവ. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. വഴിപാട് കഴിച്ചവര് എല്ലാവരും വരിവരിയായി വന്ന പ്രസാദമാണ്. അയ്യപ്പ ഹരി അയ്യപ്പ പാഗീമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഗീമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഗീമ ശബരി മാമല ശാസ്താവേ പാഗീമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഗീമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഗീമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഗീമ ശബരി മാമല
അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം മഞ്ഞിലിന്ന മഹോന്നിരിതൽ നീളത്യുന്നതമാം ശബരിമല തന്നിൽ സേവിച്ചിടും ജനങ്ങളെയൊക്കെയും പാലിച്ചിടുക സ്വാമി നിലവയ്യ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം ശബരിമല ശാസ്താവേ പാഹി മാം. ശിവസോദ ഞങ്ങൾക്കുള്ള മാനൊക്കെയോ നിന്റെയോ വഴി നീക്കി തുണയ്ക്കണം. കരുണാവാരിതേ കാത്തിടേണം തവ തിരുമലരടി വന്ദേ നിലവയ്യ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം ശബരിമല ശാസ്താവേ പാഹി മാം. വരണം ഞങ്ങൾക്ക് സമ്പത്തുമേൽക്കുമേൽ തരണ സന്തതിയും മണിയങ്ങൾക്ക്. വരണം ഞങ്ങൾക്ക് സമ്പത്തുമേൽക്കുമേൽ തരണ സന്തതിയും മണിയങ്ങൾക്ക്. പല ഗുണങ്ങൾ ശരീര സൗഖ്യങ്ങളും വരണമേ നിത്യം സ്വാമി നിലവയ്യ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം ശബരിമല ശാസ്താവേ പാഹി മാം. എപ്പോഴും തവ പാദങ്ങളല്ലാതെ മറ്റോരോ മനസ്സിൽ കൃപാനിധേ. കൺപാർക്കേണം ഞങ്ങളെ നിത്യവും വിഷ്ണു നന്ദന. കൺപാർക്കേണം ഞങ്ങളെ നിത്യവും വിഷ്ണു നന്ദന സ്വാമി നിലവയ്യ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം ശബരിമല ശാസ്താവേ പാഹി മാം ശബരിമല ശാസ്താവേ പാഹി മാം. ശബരിമല ശാസ്താവേ പാഹി മാം. വെള്ളിസിംഹാസനത്തെ ത്രക്കാലും കനകസിംഹാസനത്തിലിരുന്നരുളം വില്ലൻ വിലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ ഭൂമി പ്രപഞ്ചൻ ഭൂലോകനാഥൻ ഭൂമി കുടയനാഥൻ ശത്രുസിംഹാരമൂർത്തി അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ കാശിരാമേശ്വരം പള്ളി മലയാളമടക്കി വാണിരിക്കും നമ്മുടെ ശ്രീ ശബരിമല ധർമ്മശാസ്താവ് ശ്രീ ഉമ്പർഞ്ഞാട് ധർമ്മശാസ്താവ് ഹരിഹര സുധനാനന്ദ ചിത്തനയനയ്യപ്പ സ്വാമിയേ. ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ. ശരണം അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയേ.
ശരണം അയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ. കഴിഞ്ഞ ഞായറാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവർ ഭദ്രദീപം വലിച്ച് പന്തളം രാജാവ് രാമവർമ്മ തമ്പുരാൻ ചട്ടമ്പിസ്വാമി പരമ്പരയിലെ ശ്രേഷ്ഠമായ വായു ആശ്രമത്തിലെ പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമി മാളികപ്പുറം അമ്മയിലൂടെ ലോകത്തെ മനം കവർന്ന ദേവനന്ദ എന്ന കുട്ടി പങ്കെടുത്ത ഭദ്രദീപ പ്രതിഷ്ഠാ സമ്മേളനത്തിന് ശേഷം ആരംഭിച്ച അയ്യപ്പ സത്രം ഇന്ന് 8ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തി നിൽക്കുകയാണ്. 5:30 മണിക്ക് തുടങ്ങേണ്ടുന്ന ഒരു ഭാഗവത സപ്താഹത്തിന് കോട്ടയത്തേക്ക് പോകണം. ആ തീരുമാനത്തിലാണ് അന്ന് ഈ ഡേറ്റ് നമ്മൾ നിശ്ചയിച്ചത്. ഇന്നലെ ഉത്രവും ദശമിയും ശനിയാഴ്ചയും ഒത്തുചേർന്ന പുണ്യവേളയിൽ ശബരിമല തന്ത്രി തന്നെ ആരാധ്യനായ ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ ബ്രഹ്മശ്രീ കണ്ണര രാജ്യവൃതപാദങ്ങളും അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ബ്രഹ്മദത്തൻ നമ്പൂതിരിയും നമ്മുടെ ക്ഷേത്രത്തിലെത്തി കലശപൂജയും ചെയ്ത് കളഭാഭിഷേകവും പുഷ്പാഭിഷേകവും തൊഴുത് ഇന്ന് രാവിലെ മംഗളകരമായ ഉദയത്തിന് ഗണപതി ഹോമവും പാരായണവും തുടങ്ങി 12:30 മണിക്ക് നമുക്ക് ഈ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ സാധിച്ചു. അയ്യപ്പ മഹാസത്ര സമംഗള സഭ അന്ന് ഭദ്രദീപ പ്രതിഷ്ഠ നടന്ന സമ്മേളന വേദിയിൽ സമാരംഭിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളെല്ലാം എത്തി ഇത് സമംഗളം പൂർണ്ണമാക്കി നമുക്ക് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞവിധി കൂടി ഓരോ ദിവസത്തെയും ചടങ്ങ് കഴിയുമ്പോൾ ഗുരുപൂജയും ഹരിവരാസനവും നടത്തുന്നത് പോലെ സമംഗള സഭ കഴിഞ്ഞ് ആ അധ്യായവും കൂടി വായിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. സമംഗള സഭ നടത്താനായി ക്ഷേത്ര ഭാരവാഹികളെയും ക്ഷണിച്ചിട്ടുള്ള അതിഥികളെയും എല്ലാം വേദിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയും എത്തിച്ചേർന്നു. വേദിയിലെത്തുമ്പോഴേക്കും തേടി വരും കണ്ണുകളിൽ ഓടി വരും സ്വാമി ആ കുട്ടി പാടും. ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് ഞാൻ ഇന്നുകൂടി അഭിമാനത്തോടെ അറിയിക്കുന്നത്. ആ കുട്ടി 1.5 വയസ്സിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഓർമ്മശക്തി അവാർഡ് നേടിയ കുട്ടിയാണ്. കണ്ണൻ എന്ന കുട്ടി വിളിക്കും, മാധവ് എന്ന ഒറിജിനൽ പേര്. ആ കുട്ടിയുടെ അമ്മ ആറ്റിങ്ങൽ കരുവാരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ആ കുട്ടിയുടെ അച്ഛൻ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് ഞാൻ. ഒരുപാട് ചാനലുകൾ അവൻ്റെ പരിപാടികൾ അറിയിച്ചിരുന്നു. എല്ലാ ചാനലുകളും അവൻ്റെ ഓർമ്മശക്തി കാണിച്ചിരുന്നു. ഇതെല്ലാം അവൻ്റെ അമ്മ അവനെ പരിശീലിപ്പിച്ചാണ്. അവൻ്റെ അച്ഛനും അയ്യപ്പൻ്റെ പാട്ട് നന്നായി പാടുന്ന ആളുകൂടിയാണെന്ന് അറിഞ്ഞായിരുന്നു കല്യാണം ഉറപ്പിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയും അവൻ്റെ അമ്മൂമ്മയും എൻ്റെ ഏക ഭാര്യയും എല്ലാം ഇവിടെ ഉണ്ട്. സത്രം സമംഗളം സമർപ്പിക്കാൻ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വേദിയിലേക്ക് എത്തണം. കൃത്യം 1 മണിക്ക് തന്നെ അന്നപ്രസാദം സമാരംഭിക്കണം എന്ന് കൂടി അറിയിക്കും. നവഗ്രഹ പൂജ ഇവിടെ നടത്തിയിരുന്നു. നവഗ്രഹ സ്തോത്രമാണ്
മലയാളം തിരുമേനി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ പാട്ട് പാടിയവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. നവഗ്രഹ സ്തോത്രം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ദേവിയുടെ നാമവും കൂടി ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അമ്മ നവഗ്രഹ സ്തോത്രം കൂടെ ജപിക്കുന്ന അവൻ കാണട്ടെ, കേട്ടെ. വഴിമോ ഇപ്പോൾ എങ്ങനെ അധ്യാപികയായെന്ന് ഞാൻ തന്നെ അറിയത്തില്ല. അതെല്ലാം നാമം ജപിച്ചതിന്റെ പുണ്യമായിട്ടാണ് അവൾ പറയുന്നത്. ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാവന്നം പ്രണതോസ്മി ദിവാകരം ദദിശങ്കതുഷാരാഭം ക്ഷീരാത്മകസമുദ്ഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാപരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം അർത്ഥകായം മഹാവീരം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. അവളുടെ ഏക ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ. അയ്യപ്പൻ്റെ ഒരു ഗാനവും കൂടി പാടുമ്പോഴത്തേക്ക് ഭാരവാഹികൾ വേദിയെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടക്കണം. ഞങ്ങൾക്കും കൃത്യം 1:30 മണിക്ക് പുറപ്പെട്ടാലേ അടുത്ത യജ്ഞസ്ഥലത്ത് ചെല്ലാൻ പറ്റും. മലയൂർ തിരുമേനിയുടെ മകൻ ബ്രഹ്മശ്രീ ദിവാകരൻ തിരുമേനിയാണ് ഭദ്രദീപം തെളിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഇവിടെ അന്ന് വന്ന നമ്മുടെ അതിഥികളെ ഞാൻ കാത്തു നിന്നതുപോലെ ഇന്ന് അവിടെ ചെന്ന് കാത്തു നിൽക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നറിയിക്കാം. തങ്കനിലാവുന്നവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? കൺമുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു പൊളിക്കും പാച്ചുരന്നതെന്തിനാണ്? മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഗീതം നടന്നതും നിന്റെ ലീലകൾ. മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഗീതം നടന്നതും നിന്റെ ലീലകൾ. ദേവഗണം നിരന്തരം ഭൂതഗണം തൊഴുന്നതും ശ്രീതമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ. തങ്കനില ഉമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? മനുഷ്യപദം ചെയ്വതിനാൽ നിന്നവരാരം ഈ മണ്ണിൽ വന്ന ദൈവമേ നീ കാത്തരുളേണം. മണികിലും വില്ലെടുത്തു നീ കുലക്കേണം. ഈ മനസ്സിലുള്ള ദുഷ്ടതകൾ ചെയ്തൊടുക്കേണം. മല കാക്കേണം, സൂര്യവല വീഴ്ത്തേണം. നീന്തു മലയാളി തിരകളാൽ അതിരു കാക്കണം. കുഞ്ഞുനാൾ മുതൽ തേക്കു മഞ്ഞു പോലെ മലരു പോലെ കന്നിമാരി കുളിരു പോലെ നിന്റെ കടാക്ഷം. തങ്കനില ഉമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? ഹരിവരാസനത്ത് നിന്റെ പള്ളിയുറക്കം പൊൻപുലൈ വന്നട തുറന്ന നെയ്യഭിഷേകം.
വയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ് കൺമുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു കൺപുളിക്കും പാൽ ചുരന്നതെന്തിനാണ് മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ഏറിതം നടന്നതും നിന്റെ ലീലകൾ ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും തങ്കനില ഉമ്മ വയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ കരകവിഞ്ഞതെന്തിനാണ് ഇന്ന് വിശിഷ്ടാതിഥിയായി നമ്മുടെ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ഈ കുട്ടിക്ക് 2 വരിയെന്ന് പറഞ്ഞാണ് അയ്യപ്പന്റെ. മാവേലിക്കര കൊറ്റാർകാവ് ശുഭാനന്ദാശ്രമത്തിലെ സ്വാമി ശിവാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ നമ്മുടെ ഈ യജ്ഞം തുടങ്ങിയ ദിവസം മുതൽ, നമ്മുടെ ഗവർണർ എത്തിയ ദിവസം മുതൽ ഇത് ഭംഗിയാക്കാനും നമ്മുടെ ഈ യജ്ഞം ശ്രദ്ധേയമാക്കാനും പുറത്തേട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിരുന്നു. അതിൻ്റെ ഒരു നന്ദിക്കായി സബ് ഇൻസ്പെക്ടർ ശ്രീ CV ബിജു അദ്ദേഹവും കൂടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേത്ര കലകൾ മാത്രം നടത്തുന്ന ഒരു ക്ഷേത്രമെന്ന നിലയിൽ അതൊക്കെ സഹകരണം നമുക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു ക്രമസമാധാന കുറവുകളും നമുക്കുണ്ടായില്ല. ഒരു മദ്യപാനിയെയും ഈ മുറ്റത്ത് കണ്ടില്ല എന്നതിൽ ഈ നാട് അഭിമാനം കൊള്ളണം. അതിനൊരു വലിയ കയ്യടി നടന്നു. കഴിയുന്നതും 10 മണിയോടുകൂടി നമ്മുടെ പരിപാടികളെല്ലാം പൂർണ്ണമാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പിന്നെ ഹരിവരാസനം ശബരിമലയിൽ 11 മണിക്ക് ആയതുകൊണ്ട് അവിടെ നമ്മൾ ഇന്നലെ മാത്രമാണ് 11 മണിക്ക് ഹരിവരാസനം ചൊല്ലിയത്. സന്യാസി പരമ്പരയിലെ പ്രജ്ഞാനന്ദ സ്വാമിജി വന്നതുപോലെയാണ് നമ്മൾ ഇന്ന് ശുഭാനന്ദ ഗുരുദേവന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ആത്മാവിന് ഈ ഭൂമിയിൽ ബന്ധമില്ല എന്ന ഗാനം ശിവാനന്ദജി ഗുരുദേവൻ എഴുതിയതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പാടി. ഞാനും കൊറ്റാർകാവിലെയും ചെറുകോലിലെയും സ്ഥിരം പ്രഭാഷകനായിരുന്നു വർഷങ്ങളോളം. അപ്പോ ശിവാനന്ദ സ്വാമിയെയും ശ്രീ CV ബിജു സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരവാഹികളും വേദിയിലുണ്ടാവണം എന്നറിയിക്കുന്നു. നമുക്ക് മംഗളകരമായ ഈ സമംഗള സഭ നടത്താം. അത് കഴിഞ്ഞും പാരായണവും കുട്ടികളുടെ ഗാനവും ഒക്കെ തുടരുന്നതാണ്. നമുക്ക് മംഗളകരമായി ഈ ചടങ്ങ് ശ്രദ്ധിക്കാം. സ്വാമി ശരണമയ്യപ്പ. അഖില ഭാരത അയ്യപ്പ മഹാസത്രം 2024 അതിന്റെ ഭാഗമായുള്ള
സത്രമംഗള സഭയുടെ സാംസ്കാരിക സമ്മേളനമാണ് ഉടൻ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 7 ദിവസം ഇവിടെ സത്രം ആചരിക്കുന്നുവെങ്കിലും അതിനൊക്കെ വളരെ മുന്നോടിയായി 1 വർഷക്കാലത്തോളം നീണ്ട ഒരു പരിശ്രമം സത്രം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പ മഹാസത്രം എങ്ങനെ നടത്തണമെന്ന് ആ പല സ്ഥലങ്ങളും സന്ദർശിച്ച് ഇവിടെ അത് നടത്തി സമങ്കളം അവസാനിപ്പിക്കാൻ സമ്മതിച്ചിട്ടുള്ള നമ്മുടെ ആചാര്യനെ കണ്ടെത്തുകയും അദ്ദേഹത്തെ നാരങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് ദേവി ഭാഗവത യജ്ഞം നടക്കുന്ന വേദിയിൽ വെച്ച് കണ്ടുമുട്ടി അവിടെ വെച്ച് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം തന്ന മാർഗനിർദ്ദേശങ്ങളും ശബരിമല തന്ത്രിയും ക്ഷേത്രത്തിന്റെ തന്ത്രി കൂടിയായ ശ്രീ കണ്ഠരര് രാജീവരുടെ അനുഗ്രഹ ആശസ്സുകളോടെയും ഏകദേശം 7 ദിവസം ആയിട്ടുള്ള മഹാസത്രം നടന്ന് ഇന്നത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അഖില ഭാരത ഇപ്പൊ മഹാസത്രം നടക്കുന്നതിന് വളരെ മുൻപ് തന്നെ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഈ സമിതിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ജനുവരി മാസമായപ്പോൾ മകരസംക്രമ മഹോത്സവത്തിന്റെ തീരുമാനങ്ങളും ഉത്സവം നടത്തേണ്ട ആവശ്യം എത്തിച്ചേർന്നപ്പോൾ അത് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് പിന്നീട് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തി. വീണ്ടും ഉള്ള കുറച്ച് ദിവസങ്ങൾ സത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച അക്ഷീണം പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ആ സമയത്താണ് ക്ഷേത്രത്തിലെ പാറക്കെഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. ആ സമയത്ത് വീണ്ടും അതിന്റെ പ്രവർത്തനം കുറച്ചു ദിവസം നിർത്തിവെച്ചു. പിന്നീട് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഈ വേദിയിൽ നടന്നു. അതിലും കുറച്ചു ദിവസങ്ങൾ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. തുടർന്ന് ഒരു മാസക്കാലത്തിന് മുകളിൽ വളരെ ശക്തമായ ഒരു പരിശ്രമം നടത്തിയാണ് കുറവുകളുണ്ടാകാം, മേന്മകളുണ്ടാകാം. എന്നിരുന്നാലും ഇന്ന് കാണുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഒരു ബൃഹത്തായ അയ്യപ്പ മഹാസത്രം സംഘടിപ്പിക്കുവാനും അത് ഈ നാടിന്റെ ഭാഗമാക്കി മാറ്റുവാനും എല്ലാവരെയും അതിന്റെ പങ്കാളികളാക്കുവാനും സാധിച്ചതിനകത്ത് അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ സത്രവേദി പ്രവർത്തകരോടും ക്ഷേത്രഭരണ സമിതികളോടും ആദ്യമേ ഇതിലൊരു നന്ദി അവതരിപ്പിക്കുകയാണ്. സത്രമംഗള സഭയുടെ പ്രധാനമായ ഇന്നത്തെ സമാപന സമ്മേളനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ശ്രീകോവിലിലെ ഉള്ള ദീപം തിരിച്ചു പകർന്നു നൽകുന്ന ചടങ്ങുകളുണ്ട്. സത്രവേദിയിൽ 7 ദിവസം ഇതിന്റെ അക്ഷീണം പ്രവർത്തിച്ച പ്രവർത്തകർക്കുള്ള ദക്ഷിണയും ഉപഹാരവും നൽകുന്നതുമാണ്. അങ്ങനെയുള്ള ചടങ്ങുകൾ ഇതിന് ഈ സമ്മേളനം നടന്നതിന് ശേഷം അത് അവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് ആദ്യമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായി എന്റെ കർത്തവ്യം സ്വാഗതമാണ്. അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ഉമ്പർനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റായ ശ്രീ രമേശ് മണത്താൻ അവരുടെ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരാമെന്ന് നമ്മളെ അറിയിച്ച് വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിലാണെങ്കിൽ ഒരു സമ്മേളന സ്ഥലത്ത് നിന്നാണ് സ്വാമിജി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി പോകേണ്ടതായിട്ടുമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇല്ലാത്ത സമയം കണ്ടെത്തി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് ഈ സമാപന സമ്മേളനത്തിന് എല്ലാവരെയും അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന
സ്വാമി ചിത് സ്വരൂപാനന്ദജിയെ ശുഭാനന്ദാശ്രമം കൊച്ചാർകാവ് മാവേലിക്കര അദ്ദേഹത്തെ അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ നാമധേയത്തിലും ഉപ്പനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മനസ്സിന്റെ നാമധേയത്തിലും സത്രവേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നത് കുർത്തിക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ് ശ്രീ സി ബിജു സാർ. അദ്ദേഹം ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാ ദിവസവും കാണുന്നതാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം വളരെ ചിട്ടയായിട്ടാണ് നിങ്ങൾ ഈ അയ്യപ്പ മഹാസത്രം നടത്തുന്നത്. വളരെ ചിട്ടയോടെ നിങ്ങളുടെ ക്രമീകരണങ്ങളും ഈ പ്രവർത്തനങ്ങളും എല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയതാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന ഒരു ദിവസം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇതിന്റെ മുഖ്യ അതിഥിയായി സമാപന സമ്മേളനത്തിന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ശ്രീ ബിജു സാറിനെയും അയ്യപ്പ മഹാസത്രത്തിന്റെ നാമധേയത്തിലും ശ്രീധർമ്മശാസ്താവിന്റെ നാമധേയത്തിലും ക്ഷണിച്ചുകൊള്ളും. സത്രമംഗള സന്ദേശം. ഈ സത്രത്തിന് സമംഗളം അവസാനിക്കുമ്പോൾ ഒരു സന്ദേശം നൽകേണ്ടതായിട്ടുണ്ട്. ആ സന്ദേശം നൽകുന്നത് മറ്റാരുമല്ല, 7 ദിവസം ഇതെല്ലാം വളരെ മനോഹരമായി തന്നെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശമാണ് നമുക്ക് ഇന്നിവിടെ തരാനുള്ളത്. സത്രത്തിന് മംഗള സന്ദേശം നൽകുന്നതും നമ്മുടെ ആചാര്യനായ ഡോക്ടർ ഭാഗവത ചൂടാമണി പള്ളിക്കസുള്ള അവர்களാണ്. അദ്ദേഹത്തെയും സമ്മേളനത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഇവിടെ ഈ സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ. സമാപന സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണവും ഉദ്ഘാടനവും ചെയ്യാനായി എത്തിച്ചേർന്ന സ്വാമിജിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. ഭഗവത്പാദം ഭക്തി ആദ്യത്തോട് നമസ്കരിച്ചുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളെ സമ്മതിയാനാണ് സെക്രട്ടറി പ്രസിഡന്റ്, ഭഗവാന്റെ വിശ്വാസികളായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുരുവിൻ്റെ വാത്സല്യമിത്രമായിരിക്കുന്ന മാതാപിത സഹോദര സഹോദരിമാർക്കും എൻ്റെ ഹൃദയമായ നമസ്കാരത്തെ അറിയിക്കുന്നു. വിശേഷിച്ച് കുമരാളവി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ക്ഷത്ര ആചാര്യനായിട്ട് 7 ദിവസവും മനസ്സും ശരീരവും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അതിനെ ആവാഹിച്ചുകൊണ്ട്, ഭഗവാന്റെ ശക്തിയെ ആവാഹിച്ചുകൊണ്ട് നമ്മളെയൊക്കെ സംതൃപ്തിയാക്കി, പ്രത്യേകിച്ച് ഈ നാടിൻ്റെയും ഈ പ്രദേശവാസികളായ ജാതി മതഭേദമില്ല എല്ലാവർക്കും ഒരുപോലെ ഈശ്വര ശക്തികളെ പ്രദാനം ചെയ്ത എനിക്ക് ഏറെയും ബഹുമാന്യവും സ്നേഹവും നിറഞ്ഞ ഡോക്ടർ പള്ളിക്കൽസൻ ക്ഷേത്രാചാര്യന് എൻ്റെ ഹൃദയമായ നമസ്കാരത്തെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭജനഗാനങ്ങൾ, അങ്ങനെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നിട്ടുള്ള ആ സമ്മേളന ഉദ്ഘാടനമൊക്കെ നടത്തിയ ഗവർണർ, അതുപോലെ എല്ലാ അധികൾക്കും എൻ്റെ ഹൃദയമായ നമസ്കാരം. ഇപ്പോൾ വേദിയിൽ നിലകൊള്ളുന്ന ഈ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രസിഡന്റായിട്ടുള്ള MS, അതുപോലെ തന്നെ പുറത്തിയാട് KCSE സഹോദരങ്ങൾ, അതുപോലെ പുള്ളിക്കൽ സുനിൽ ആചാര്യനെ പറ്റി ഞാൻ 1-2 വാക്കുകൾ പറയുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്ര ആചാര്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ യജ്ഞം നടത്തുവാൻ കിട്ടിയത് വലിയൊരു മഹാഭാഗ്യമാണ്. കാരണം അങ്ങനെ കിട്ടുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ടതുപോലെ സ്നേഹവും ജീവാത്മാവും പരമാത്മാവും പോലെ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. അത് ഇന്നും ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഇന്ന് അനവധി ഭക്തഹൃദയങ്ങളെ ഈശ്വരവിശ്വാസികളായി തീർക്കുന്നതിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യപ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ
ആ ഫേസ് എന്ന് പറയുമ്പോൾ മുഖം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് അദ്ദേഹം അനവധി ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്ര ആചാര്യസ്ഥാനത്തും യജ്ഞങ്ങൾ നടത്തിയൊക്കെ ചെയ്യുമ്പോഴേ എല്ലാം മറന്നുകൊണ്ട് ആ ഭഗവാനെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഭഗവാന്റെ ശക്തികളെ നിലനിർത്തിക്കൊണ്ട് സർവദോഷ സംഹാര വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഹോമങ്ങൾ എല്ലാം ഇവിടെ നടത്ത് വളരെ വളരെ അനുഗ്രഹമായിട്ടില്ല. ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി, ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനമാകുന്ന ആത്മീയത എല്ലാം ഈ ഒരു പരിപാടികളുടെ ഈ ഒരു യജ്ഞത്തിലൂടെ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഉണ്ട്. സമയത്തിന്റെ ഒരു കുറവുണ്ട്. എനിക്ക് ഉടനെ തന്നെ 1 മണിക്ക് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലും നിങ്ങളെയൊക്കെ കണ്ട് മുഖാമുഖം കണ്ട് സന്തോഷിക്കാനുള്ള അവസരം അത് ഭഗവാന്റെ കാരണമാണ്. ഞാൻ നിശ്ചയിക്കപ്പെട്ടില്ല. ഇവിടെ പറന്നിറക്കാൻ വേണ്ടിയിട്ട് നാണയം ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 10 മണി ബന്ധപ്പെട്ടാണ് നമ്മുടെ അവിടെ വന്ന കമ്മിറ്റി അംഗങ്ങളായിരിക്കും ശ്രീമാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം. ഇനി ലോകത്തിന്റെ അവസ്ഥകളെ നമ്മൾ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട CSR-നൊക്കെ ഒരു സമാധാനവും ശാന്തിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്നാലും നമുക്ക് ഉൾപ്പെടെ. ലോകം അത്തരം കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ മനുഷ്യജന്മങ്ങളെ നിങ്ങളെല്ലാം ഭക്തരാണ്. പക്ഷെ നമുക്കറിയാൻ കഴിയും, ഇന്ന് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും TV ചാനൽ തുറന്നാലും ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കുമ്പോൾ ലോക സൃഷ്ടിക്ക് അപ്പുറമായിട്ട് നിലവിൽ നിന്നിരുന്ന അവസ്ഥകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പ്രളയമായിരുന്നു. ആ പ്രളയാവസ്ഥയിൽ ദൈവത്തിന്റെ ഏക അവസ്ഥ എന്ന് പറയുമ്പോൾ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില്ല, ആകാശമില്ല, സമുദ്രമില്ല, ഇവിടെ കാണുന്ന സൃഷ്ടികളോ ചരങ്ങളോ അജരങ്ങളോ ഒന്നുമില്ല. ദൈവം ഏകാവസ്ഥയാണ്. ആ ഏകാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന ഇപ്പൊ അയ്യപ്പ സ്വരൂപം അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം പോലെയുള്ള ഒരു വിഗ്രഹമല്ല. അണുവിലും അണുവായി എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ഒരു വസ്തുവാണ്. ഈശ്വരനെ നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും നമ്മുടെ സങ്കല്പമാണ്. ആ ഭഗവാനെ നമ്മുടെ സങ്കല്പത്തിലാണ് നമ്മൾ കാണുന്നത്. ആ ഭഗവാൻ എവിടെയാണ് ഉള്ളിലുള്ളത് ഇപ്പോഴും നമുക്ക് അസംശയങ്ങളുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ഏകാവസ്ഥയിൽ ദൈവം ചിന്തിക്കുമ്പോൾ ഇവിടെ ഭഗവാന് വേണ്ടത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്നുള്ള തത്വങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ക്രൈസ്തു മതത്തിൽ പറയുന്ന വിലാപത്തനം പരിശുദ്ധാത്മാവെന്നും ആത്മബോധത്തിൽ പറയുന്ന മഹത്വം ഭാഗ്യസും ഇതെല്ലാം തൃത്വങ്ങളാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് പ്രളയാവസ്ഥയിൽ 4 കിടന്ന പ്രളയം മത്തി പുകയായി വീഴ്ത്തി 4 വ്യവസ്ഥയിൽ കിടന്ന നരകത്തെ കൊണ്ട് നരകത്തെ സൃഷ്ടിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സർവ്വ സൃഷ്ടികളെയും ചരങ്ങളെയും അജരങ്ങളെയും സസ്യാലകളെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് ആരെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കഴിയും 2 അവസ്ഥയാണ്. 2 അവസ്ഥ എന്ന് പറയുമ്പോഴേ ഇഹവും പരവും. ഇഹം എന്ന് പറയുമ്പോഴേ ഈ ലോകവും, പരം എന്ന് പറയുമ്പോഴേ ആ ലോകവുമാണ്. ഇങ്ങനെ 2 ലോകം. അപ്പൊ ഇഹത്തിനുള്ള ശരീരം, ആ ശരീരം സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അനിത്യമാണ്, ഉള്ള വസ്തുവല്ല, ഉണ്ടാക്കിയതാണ്. ഈ ശരീരം എന്ന് പറയുമ്പോഴേ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം ഇവ എണ്ണിക്കെടുക്കപ്പെട്ട മനുഷ്യരീരമാണ്. ഈ ശരീരത്തിന് സ്വതേ പ്രകാശമില്ല. ഇപ്പൊ നിങ്ങളൊക്കെ പ്രകാശിക്കുന്നത് എങ്ങനെ പ്രകാശിക്കുന്നത്? ഭഗവാന്റെ ചൈതന്യമാണ്, ഭഗവാന്റെ കാഴ്ചയാണ് നിങ്ങളുള്ളത്, ഭഗവാന്റെ ദർശനമാണ്. ഭഗവാൻ നിങ്ങളെന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാഴ്ച പോയി, എന്റെ ഉൾപ്പെടെയുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഭഗവാനാണ് നമ്മളുള്ളത്. അതാണ് ഈശ്വരൻ, സ്വയംഭര ശക്തി, ദേവനോ, ദൂതന്മാർ ഇവ എന്നുള്ള മനുഷ്യരുടെ ആത്മസ്വരൂപം. ഈ ആത്മസ്വരൂപത്തെ വാഴ്ച ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടംപോലെ ജീവിക്കാനല്ല ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സമസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ദൈവങ്ങളായി ചെയ്യപ്പെട്ട മനുഷ്യ സൃഷ്ടികൾ. ഈ മനുഷ്യരുടെ സൃഷ്ടിക്ക് വരുമ്പോൾ ഇന്നും ഈശ്വരൻ അപ്രത്യക്ഷമാണ്, പ്രത്യക്ഷമല്ല. ഈശ്വരന് സഞ്ചരിക്കുവാനും ഈശ്വരന് സഞ്ചരിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയാണ് മനുഷ്യനെ ഏറ്റവും ഒടുവിലായി സൃഷ്ടിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥങ്ങളെ സംബന്ധിച്ച് ആ മനുഷ്യനെ ആര് സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച് ഇവിടെ ഭൂമിയിൽ നടത്തപ്പെടുന്നതിൽ രക്ഷിക്കുമ്പോൾ തന്നെ എന്താണ് നമുക്കിവിടെ സംഭവിച്ചത്? ഈ നരലോകത്തിന്റെയും നരശരീരത്തിന്റെയും ആ സൗഭാഗ്യത്തെ കണ്ട് ദൂതൻ മോഹിച്ചെന്നാണ്. ദൈവദൂതൻ മോഹിച്ചപ്പോൾ ദൈവത്തിന്റെ വിഘ്നം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള ചിന്താഗതികളാണ്. അപ്പോൾ ദൈവദൂതനെ സ്വർഗത്തിൽ നരകത്തിലേക്ക് അട്ടിക്കളഞ്ഞു.
അങ്ങനെ നരവും നരവുള്ള ബന്ധമുള്ള മനുഷ്യാത്മാവ് ആരായി തീരുന്നു? സാക്ഷാൽ ഈശ്വരന്റെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തിൽ നിന്നും ദൈവങ്ങളായി ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ദൈവങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമേവിടെ. അയ്യപ്പ ഭഗവാൻ ധർമ്മശാസ്ത്രാവും നമ്മുടെ ഉള്ളിൽ കാണുന്നില്ല. പണ്ട് കസ്തൂരിമാനെ പോലെ കസ്തൂരിമാൻ ഓടി നടക്കുകയാണ്. എന്താ കസ്തൂരിയുടെ ഗന്ധം എവിടെ നിന്നാണ് വരുന്നത് അറിയാതെ കണ്ട് ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കുന്നു, ഇവിടെ ഓടുന്നു, അവിടെ ചെല്ലുന്നു. പക്ഷേ ഈ കസ്തൂരി ഗന്ധം എവിടാണ് വരുന്നത്? കസ്തൂരിമാൻ ഉറയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്നില്ല. ഈശ്വരൻ നമ്മളെ കൂടി കൊള്ളുകയാണ്. ചാരം പൊതിഞ്ഞ് കിടക്കുന്ന തീക്കനല് അതൊന്ന് ഊതിപ്പെരിക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ട്. കാരണം ഇന്നത്തെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഭക്ഷണം നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. രുചികരമായ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ഏത് ആര്യോട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും നമ്മളങ്ങനെ കയറാതില്ലെങ്കിൽ ഞാൻ കാണുന്നത് ഘോഷയാത്ര പോലാണ് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വീട്ടിൽ വന്നിട്ട് എണ്ണയായ അരിക്കെണ്ണയും മുതലായൊക്കെ അഴിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും കഴിച്ചിട്ട് പാഴ്സലും മേടിച്ചുകൊണ്ട് പോകുക. അപ്പൊ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്നുമില്ല. പിന്നെ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? അസുഖങ്ങൾ ഉണ്ടാകുകയാണ്, രോഗങ്ങൾ പറയാം. രുചിയുള്ള ആഹാരത്തിന് കുറവ്. പണ്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തിയും മുളകിൽ തരിച്ച് സമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കുമ്പോൾ എന്ത് രുചിയാണ്. നമ്മുടെയുള്ള ചീനച്ചേമ്പുകളും പയറുകളൊക്കെ പരിച്ച് തുവരകൾ ഇപ്പൊ ആ രീതിയല്ലേ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതിന്റെ സാരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. നമ്മുടെ ശ്രീശാസ്ത്രങ്ങൾക്ക് അറിയാം. ഇത്ര ക്രൂരവും വൈശാല്യമായ ഒരു രീതിയിലാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, എത്ര നാൾ ഇങ്ങനെ മൃഗജീവിതം ചെയ്യും. ധർമ്മശാസ്ത്രം സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയും. സംഹാരമാണ്, കലിയുഗത്തിന്റെ സംഹാരമാണ്. നമ്മുടെ കരിമേലെ ചരിത്രങ്ങളും നമ്മുടെ ശബരിമലയിലെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും. അതൊക്കെ ഒന്ന് വിസ്തരിക്കാനും ഒക്കെ നമ്മുടെ സാറുകൾ, നമ്മുടെ പള്ളിയിലെ ഡോക്ടർ ഇവിടെ സുനിൽ, ഇവിടെ ആചാര്യൻ വിസ്തരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്ത് പറയേണ്ടില്ല. അപ്പൊ സംഹാരമാണ്. എന്താണ് സംഹാരം എന്ന് പറയുന്നത്? അജ്ഞാനത്തെ സംഹരിക്കുക. വിജ്ഞാന സമ്പൂർണ്ണ സാഗരത്തിൽ അറിഞ്ഞിരിക്കുന്ന ഈശ്വരൻ ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം നമ്മളിലാണ് നിലകൊള്ളുന്നത്. തന്നിൽ കാണാത്ത ദൈവം എവിടെ? ഈ ക്ഷേത്രത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നിർമ്മാല്യം തൊഴുവാനും അങ്ങനെ തന്നെ രക്ഷിക്കാനും കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അവിടെ ഒരു ഗൃഹശാസ്ത്ര ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ആരാണ്? അവരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ പറയുന്നു, തന്നെ പൂജിക്കാതെ മറ്റൊന്ന് പൂജിക്കാതെ തന്നോട് ബന്ധിപ്പാൻ ഏത് ഭഗവാനാണ് വരുന്നത്? ഒരു വേദിയിലേക്ക് ഭഗവാൻ വരും. തന്നെ പൂജിക്കുക എന്നത് നമ്മുടെ ക്ഷേത്രം എന്താണ്? ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് സങ്കല്പമാണ് ക്ഷേത്രം. നമ്മുടെ ഒറിജിനൽ ക്ഷേത്രം ഏതാണ്? നമ്മുടെ ക്ഷേത്രം ക്ഷേത്രം ശരീരമാണ്. ഇത് നമ്മൾ ബോധ്യപ്പെടണം. അങ്ങനെ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിൽ ആരാ ഇരിക്കുന്നത്? സാക്ഷാൽ ഈശ്വരനാണ്, ഭഗവാനാണ്. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് ജീവിക്കണ്ടേ. നമുക്ക് കാര്യം കൊണ്ട് കയറി കഴിഞ്ഞാൽ ഭാര്യയായാലും ഭർത്താവായാലും പണ്ടൊക്കെ കാരിയെ പിടിച്ച് ഉണക്കപ്പാലം ചെയ്യുമ്പോൾ കിടുകിടാ നടിക്കുന്ന പോലെ കുടുംബത്തിൽ കിടന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാര് കൊണ്ടാണ് ഭർത്താവ് നീ എന്നോട് ഇത് പറയാം, അങ്ങോട്ട് ഇത് പറയണം. പിന്നെ അവിടെ എന്തൊക്കെ ആ പ്രശ്നം നമുക്കറിയില്ല. അപ്പൊ ക്ഷമിക്കാനും സഹിക്കാനും അനുസരിക്കാനും ഭയപ്പെടുവാനുള്ള വ്യവസ്ഥ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഗൃഹശാസ്ത്ര ജീവിതം ഒരു ആശ്രമ ജീവിതമാണ്. ആ ഗ്രഹത്തിന്റെ പരിശുദ്ധി, അതിന്റെ പരിപാലനം ഇവിടെ മുമ്പേ നമ്മുടെ ആചാര്യ ഇവിടെ സംസാരിച്ചു. ആരും മദ്യപിക്കാതെ ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാനികരമാണെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ചാപ്പിലും. പക്ഷെ ഇത് ഞാൻ ഉറക്കം വരികയില്ല. ഇത് തന്നെയാണ് കുടിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് രണ്ട് ഇടി കൊടുക്കാനൊക്കെ കിടക്കാനും പറ്റിയത്. കുഞ്ഞുങ്ങളെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ പറയാൻ പറ്റില്ല. അത് സമയമില്ലാത്തതുകൊണ്ടാണ് ഈ സമയത്ത് വരാമെന്ന് ആഗ്രഹിക്കുകയാണ്. പതിനഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം എപ്പം വരെയാ? ഇച്ചവേലുണ്ടോ? ഉണ്ടോന്ന് എപ്പം വരെയാ? മനുഷ്യൻ ജലത്തിലേക്ക് മുളകളത്തിൽ അര നിമിഷം കൊണ്ട് മാറിപ്പോകും. ഇപ്പൊ ഞാൻ തിരിച്ചെത്തും എന്നുള്ളത് കരാറിലുണ്ടോ? ഉണ്ടോ? അതെല്ലാം ഭഗവാന്റെയാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, ഈ വിരളെ ഇങ്ങനൊന്ന് അനക്കണമെങ്കിൽ ആരനക്കണം? ഭഗവാൻ അനക്കണം. ഭഗവാനെ കൂടി അല്ലാതെ ഒന്നും നമുക്കിവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് യാതൊരു ഭാര്യയില്ല, മക്കളില്ല, വീടില്ല. ഞാൻ എപ്പോഴും പ്രവാസം നടത്തി പറയും, നമുക്ക് വാടകയ്ക്ക് നമ്മൾ കിടക്കുന്നത്, വാടക കൊടുക്കുന്നില്ലെന്ന് മാത്രം. വാടകയുടെ ഉടമസ്ഥൻ പറയുന്നത് ഇറങ്ങാൻ പറയുമ്പോൾ ഭാര്യ പറയുന്നത് അച്ഛനെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ വിടാതിരിക്കും, എന്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ വിടാതിരിക്കാൻ പറ്റുമോ? ആരാ വിളിച്ചിരിക്കുന്നത്? ഉടമസ്ഥനാണ്. അപ്പോൾ നമ്മൾ കൃത്യസമയം ജീവിച്ചു നയിക്കുമ്പോൾ ഒരു അല്പസമയത്തെ ജീവിതങ്ങളെ
പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം വിശ്വസിക്കുവാനും പരസ്പരം സഹായിക്കുവാനും ഒരുത്തന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആ ദുഃഖത്തിൽ നമ്മളെ കരകയറ്റുവാനും നമ്മള് കള്ളക്കണ്ണുനീര് ഒളിപ്പിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥമായ കണ്ണുനീരെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കണ്ണുനീരാണ്. ആ സ്നേഹത്തോടെ ഏതൊരു ദുഃഖം ഉണ്ടാവുമ്പോൾ അവനെ പരിമിശിക്കാതെയും അവൻ നിന്ദിക്കാതെയും അവനൊരു സുഖമുണ്ടാകുമ്പോൾ നമ്മൾ അത് അസുഖപ്പെടാതെയും നമ്മളെ എല്ലാവരും ഒരച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ്. പിന്നെ ഒരു വീട്ടിൽ തന്നെ താമസിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മക്കളെ മാറ്റി താമസിപ്പിക്കുന്നില്ലേ? ഒരു വീട്ടിൽ ഇപ്പൊ 2 കുട്ടികളുണ്ട് 3 കുട്ടികളുണ്ട്. നമ്മുടെ ഒരു പ്രായപരിധി അവർക്ക് ഒരു കുടുംബമാകുമ്പോൾ അവിടെ ഒരു വീട് വെച്ച് മാറ്റുന്നില്ലേ? ഇതുപോലെ നമ്മളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, വിശ്വാസികളാണെന്നുള്ള ഉത്ഭവത്തോടുകൂടി നമ്മൾ നിലകൊള്ളുവാനും നമ്മളൊക്കെ അല്പ സമയ ജീവിതങ്ങളുള്ളൂ. ഇന്ന് നമുക്കറിയാൻ കഴിയും ഇത്ര കുരുവും പൈസ വാങ്ങി ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരിയുടെ വലിയൊരു കൂടം കൊണ്ട് തലക്കടിച്ചു കൊന്നെന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകത്തിന്റെ സ്വത്തിന് വേണ്ടി? ഈ ലോക സ്വത്തും സമ്പാദ്യവും നിത്യമാണോ? നമ്മുടെ നിത്യമായ സ്വത്ത് എന്താണ്? നമ്മുടെ നിത്യമായ സ്വത്ത് അറിയോ? നമ്മുടെ ധനം ഏതാണ്? ഈശ്വര ധനമാണ്. ആ ഈശ്വര ധനം നമ്മുടെ കരസ്ഥമാക്കണം. അതിന്റെ അപ്പുറത്ത് ഒരു ധനമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഭഗവാനാണ്. എല്ലാം ഭഗവാനിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. നമ്മുടെ എല്ലാ ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം പലവിധമായ ദുഃഖത്തിലായിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം വരുന്നില്ല. കാരണം എന്താ? എല്ലാവർക്കും അതില്ലാത്ത പ്രശ്നമുണ്ട്. ആനയ്ക്ക് അരിവാരം, ഉറുമ്പിന് അരിവാരം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങളും പ്രയാസം. പിന്നെ ദുഃഖത്തെ ഹരിപ്പിക്കുന്നവരാ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഭഗവാന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അല്പസമാധാനം, അല്പശാന്തി നമുക്ക് ലഭിക്കും. ഈ ശാന്തി സമാധാനവും നമ്മുടെ ലോകാന്ത്യ പേരിൽ നിൽക്കുവാൻ ഗുരുദേവന്റെ ആദർശങ്ങളെയും ഭഗവാന്റെ ആദർശങ്ങളെ അധ്യാത്മികളെ നിങ്ങളെ കരസ്ഥമാക്കിക്കൊണ്ട് സന്തോഷമായി ജീവിക്കുക. നമ്മളൊക്കെ ഏത് സ്വാമിയായാലും പോവും, ആരായാലും കടന്നു പോകും. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും കൈയോട് കൈ ഓർത്ത് നിൽക്കുവാനും തോളോട് തോറിൽ നിൽക്കുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കുകയും ഞാൻ പറഞ്ഞത് ഈ സമയപരിമിതി കുറച്ച് ഇപ്പോഴവിടെ ആളുകളെ ഇരിക്കുകയാണ്. എനിക്ക് അവിടെ ചെന്ന് എൻ്റെ 2 കാര്യം പറയുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം കണ്ടതിൽ സന്തോഷം. പിന്നെ നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വീടുകളിലെ പ്രശ്നം ഗൃഹസ്ഥാനം നമ്മുടെ പലരും ഞാൻ എവിടെ പോവാം, അത് പഠിച്ചു പോവാം. എന്തിനാ? അത് കുഞ്ഞുങ്ങൾക്ക് അരി മേടിച്ചു കൊടുക്കണ്ടേ? ഞാൻ പണിക്ക് പോവാണ്, കുഞ്ഞുങ്ങൾക്ക് അരി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഡ്യൂട്ടി അവർ ചെയ്യുന്നു. ആഹാരം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവന്റെ ഭാവിയെപ്പറ്റി, അവന്റെ ജീവിതങ്ങളെപ്പറ്റി, അവന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി ഇവരൊരു കടമ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കാൻ പണിക്ക് പോകുന്നു. അരി കൊണ്ട് കുഞ്ഞിന്റെ വളർച്ച ഉണ്ടാകുമോ? നമ്മുടെ ചെറുപ്രായത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അവര് നാളത്തെ ഇവിടുത്തെ വലിയ ശാന്തിക്കാരായി മാറും, വലിയ പൗരന്മാരായി മാറും. എന്നാൽ ഈശ്വരത്തിലേക്ക് വായിച്ചു എന്ന് ഓടിപ്പിടിച്ച് വന്നിട്ട് വലിയ കാര്യമുണ്ട്. ഭഗവാൻ പറഞ്ഞെന്താണ്? ഉത്തമ സമയത്ത് ഇത് നന്നായി അറിയണം, മുഴുവനാൽ ഗ്രഹിച്ചിരുന്ന ഉപദേശം വഴി പോലെ ഗ്രഹിക്കണം എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അപ്പൊ നമ്മൾ നല്ല പ്രായത്തിൽ തന്നെ ഈശ്വരനുമായി ബന്ധപ്പെട്ട്, ഈശ്വര കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭവനത്ത് ഏകീകരണങ്ങളെ ഭഗവാൻ പറഞ്ഞതാണ്, ഏകത്വം എന്ന ബോധം ഏവർക്കും ഒരുപോലെ ഏകീകരില്ലാതെ മോക്ഷം സിദ്ധമാകത്തില്ല. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ആരാണ്? അവർ ഭാര്യ ഭർത്തക്കന്മാരാണ്. ആരാണ്? ദേവി ദേവനുമാണ്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ പറയാൻ ചെയ്തിട്ടുണ്ട്, അതെ ആ നരകം വരുന്നു. ഭാര്യ പറയുന്നതാണ്, അതെ ആ നരകം വരുന്നു. ഞാൻ ചോദിച്ചു ഏത് നരകമാ? അതെന്റെ ഭർത്താവായ നരകമാവുന്നു പറഞ്ഞു. ഞാനൊരു എന്തോ ഇടപാടാണ് ഇവർ പറയുന്നത് നരകം വരുന്നത് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ പൂർണ്ണ അവസ്ഥയും അദ്ദേഹത്തിനുണ്ട്. അവരനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് പറയുകയാണ് ആ നരകം വരുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഭർത്താക്കന്മാരെ നരകമെന്ന് പറയുന്നത് ശരിയാണോ? തെറ്റല്ലേ? പക്ഷെ പറഞ്ഞു പോവുകയല്ലേ? അപ്പൊ അവിടെ നമ്മുടെ മനസ്സുകളും ശരീരവും ഒരേ അവസ്ഥയിൽ എത്തണം. നമുക്കിവിടെ മുക്തിക്കുള്ള മൂലസ്ഥാനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മുടെ യജ്ഞാചാര്യൻ ഇവിടെ വന്ന് 7 ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനിൽ നിന്നുള്ള ശക്തിയെ ആവാഹിച്ച് നിങ്ങളിലേക്ക് തരികയാണ്. അത് നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകണ്ടേ? നമ്മളിവിടെ വന്ന് ഇന്നലെ എട്ട് നടന്നു, സപ്ലൈക്കാരും നല്ലതായിരുന്നു, കൊള്ളായിരുന്നു എന്ന് പറയേണ്ട കാര്യം അതിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഗുരുദേവൻ പറഞ്ഞത്. അനുഭവമില്ലാത്ത ഒരു കീർത്തനത്തിൽ പാടി, അനുഭവമില്ലാത്ത ആത്മാക്കൾക്കൊന്നും ഗുരുരൂപം അറിയില്ല അറിയുന്നു ലോകം അറിവോ തീരുവാൻ ഗുരുവില്ല ഗുരുണ്ടെന്നുള്ള അറിവായിരുമ്പോൾ അറിവല്ലോ ഉള്ളിൽ ഗുരുരൂപം.
അപ്പൊ ഉള്ളിലാണ് നമുക്ക് വസിക്കുന്നത്, അനുഭവമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലര് ദൈവമേ എന്റെ അടുത്ത അയൽവാസി ഇവിടെ നിന്ന് മാറിപ്പോകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ശല്യം വഹിച്ചിട്ടാണ് ഇവർ പാടുന്നത്. പക്ഷെ അങ്ങനെ മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ അവര് മാറിപ്പോകും. ആരാ മാറുന്നത്? നമ്മൾ മാറിപ്പോകും. അപ്പൊ തന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കാൻ ക്രിസ്തുഭവൻ പറഞ്ഞെങ്കിൽ താൻ ആരാണെന്നും തന്റെ അയൽവാസികൾ ആരാണെന്നും പഠിക്കുകയും മനസ്സിലാക്കും. ആ വചനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവനാമത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ അന്യമായിട്ടൊന്നുമില്ല, അന്യതാ ശുദ്ധിയുമില്ല. അന്യം നിലയ്ക്കെങ്കിൽ അജ്ഞതയാണ്. ഈശ്വരന്റെ സമസൃഷ്ടികളായ ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ച ആ ഒരു അവസ്ഥ നമുക്കിവിടെ സംസാരിക്കുമ്പോൾ 1-2 മണിക്കൂറോളം നമ്മളത് വിശദീകരിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി ഇത് സംസാരിക്കുന്നത്. അതുകൊണ്ട് യുവജനങ്ങളായ യുവതി പിള്ളേരെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ പിള്ളേരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഈ പുനർനിശ്ചയിക്ക് നമുക്ക് കഴിഞ്ഞതെല്ലാം നമ്മൾ വിഷമിച്ചു. ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ ആ കുട്ടിയെ കിട്ടണേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇത്ര ഭഗവാനത്തിലെ എത്ര നാൾ നീ ഇങ്ങനെ മൃഗജീവിതം ചെയ്യും? അറിവിൽ പൂർണ്ണമാകാതെ കർമ്മം പൂർത്തിയായി എങ്ങനെയാ സോദനായി എന്ന് ചോദിച്ചത് അടുത്ത സഹോദരനല്ലേ ചോദിച്ചത്? നമ്മുടെ ഉള്ളിലൊരു സോദരനുണ്ട്, ആ സോദരനില്ല. അപ്പൊ മൃഗീയമായ ജീവിതമാണ് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഈ മൃഗത്തിൽ നിന്ന് അവിടെ മനുഷ്യരായി ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞത്, സർവ്വതും തന്നിലാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ അറിവിനെ തന്നെ കൊണ്ട് താൻ തന്നെ അറിയേണ്ടെന്ന് അറിവാണെന്നും ഈ അറിവിനെ ഈ ലോകത്ത് കർമ്മിച്ച് ശുദ്ധീകരിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ ഫലത്തെ അനുഭവിച്ച് ദൈവത്തിൽ ജയിച്ച് സുഖിക്കുന്നവരാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ. അതെല്ലാവരും മനുഷ്യരാണ്. കണ്ണും മൂക്കും തലയും കാലും കൈയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനാകുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയണം. ഇപ്പൊ നമ്മൾ ശബരിമലയിൽ ഭഗവാനെ കാണാൻ വിടാൻ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാ തത്വം. അപ്പൊ എന്താണ് ഭഗവാൻ ചോദിച്ചിട്ട് അർത്ഥം? നീ ആരെയാണ് കാണാനുള്ളത്? എന്ത് പറഞ്ഞാൽ നീ ആരെയാണ് കാണുന്നത്? അത് ഭഗവാനെ. ഭഗവാൻ പറഞ്ഞ നീയല്ലേ, നീ ഞാനല്ലേ. നീ ആരെ കാണാൻ വന്നോ അത് നീ നിന്നിലാണ് നിലകൊള്ളുന്നത്. നീ എന്ന് പറയുന്നത് അത് ഭഗവാനാണ്. അകംബ്രഹ്മേശ്വരനൊക്കെ പറയുന്നതിന്റെ അർത്ഥങ്ങൾ അത് തന്നെയാണ്. ഉള്ളിലാണ് ബ്രഹ്മം, അല്ലാതെ ബ്രഹ്മമാകുകയില്ല. ആ ബ്രഹ്മത്തിന്റെ തത്വവിദക്ഷങ്ങളെ അതിന്റെ തത്വസംഖ്യകളെ നമ്മൾ ശരിയായി പഠിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. മനസ്സിലായത്? ക്ഷേത്രത്തിൽ നിന്നാണോ ഞാൻ പറഞ്ഞത്? ക്ഷേത്രശക്തിയും അതിന്റെ ചൈതന്യവും അതിന്റെ മഹാത്മ്യവും നമുക്ക് പൊതുവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ കാത്തർ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാകണം? ആദ്യം നമ്മുടെ അറിവുകളെ മാറ്റാൻ ഒരു ചാർട്ട് എഴുതി 3-ാമനെ കൊണ്ട് പൂജ നടത്തിയാൽ മാറുമോ? നമ്മുടെ ദോഷം മാറുമെന്ന് കാലയുടെ കയ്യിന് കാലയുടെ മുറിയിൽ കയ്യെ വെച്ച് കെട്ടിയിട്ട് വലിയ കാര്യമുണ്ട്, മുറിയോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലുള്ള ദോഷങ്ങളെ ആര് മാറ്റണം? നമ്മുടെ ആചാര്യൻ തന്നെ മാറ്റാൻ പറ്റുമോ? നമ്മളതിന് അദ്ദേഹം ഇവിടെ കീർത്തിച്ചതും സംസാരിച്ചതും എല്ലാ വിഷയങ്ങളും നമ്മളതിനെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മത്തിന് പൂർണ്ണതയാകുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിലുള്ള ദോഷങ്ങളെ മാറ്റിയെടുക്കണം. ആര് മാറ്റിയെടുക്കണം? നമ്മൾ തന്നെ. അതാണ് തന്നെത്താൻ അറിഞ്ഞ് നീ എന്ത് ചെയ്യണം? സൽക്കർമ്മിയാകണം. സൽഗുരുവിന്റെ ബോധം നിന്റെ ഉള്ളിലിരിക്കണം, ഭഗവാനെ നിന്റെ ഉള്ളിലിരിക്കണം. അങ്ങനെ ദൈവനാമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ കഴിക്കാനുള്ള ആഹാരം എന്റെ മകന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ സ്വയമാക്കി. അപ്പൊ തന്നെത്താൻ അറിഞ്ഞ് നീ സൽക്കർമ്മിയാകണം. സൽഗുരുവിന്റെ ബോധം നിങ്ങൾ ഉദിക്കണം. അവിടെ നമ്മുടെ ഗൃഹശാസ്ത്ര ജീവിതത്തില് ഭാര്യയും ഭർത്താവ് ആരാണെന്ന് പറഞ്ഞത് ദേവനും ദേവിയാണ്. അവരുടെ മക്കളാരാണെന്ന് പറഞ്ഞത് ദൈവകുഞ്ഞുങ്ങളാണ്. അപ്പൊ സന്തോഷമായ ഒരു ജീവിതം ചെയ്യുവാൻ ഭഗവാന്റെ കാരുണ്യം കടാക്ഷവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രഭാതം ഒരു പേരി ഉണ്ടെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങണം, അല്ലേ? പ്രഭാത പേരി നമ്മൾ കിടന്ന് ഉറങ്ങണം. അങ്ങനെയാണ് ഇവിടെ ബ്രഹ്മമുഹൂർത്തത്തിൽ 4 മണിയാകുമ്പോൾ വാനും ചുഴലൊക്കെ കടന്നു വരുമ്പോഴേ അതിന്റെ ശാന്തിക്കാരന കർമ്മങ്ങളുമായിട്ടില്ല. എന്താണ് ബ്രഹ്മാജ്യം എന്ന് പറയുന്നത്? ഭഗവാൻ പറഞ്ഞ നിർമ്മലരായി വസിക്കുന്ന ശ്രീരത്നങ്ങൾ ആസകലവും മഹാവിഷ്ണുവിനാൽ വേട് ചെയ്യുന്ന കന്യകയാണ്. അപ്പൊ കന്യകയാണ് ജീവാത്മാവാകുന്നു. ആ പരമാത്മാ കാമൻ എന്നത് പരമാത്മാവും കാമിനി എന്ന ജീവാത്മാവും. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായി ജീവിക്കണമെങ്കിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കർമ്മങ്ങളിൽ കൂടി മാത്രമേ. ഞാൻ പറഞ്ഞില്ലേ, അറിവേ ആചാരം വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദം നാമസംകീർത്തനം ഇത് നമുക്കുണ്ടാകണം. അപ്പൊ അറിവ് നമുക്കുണ്ട്. അറിവുണ്ടാകുമ്പോഴേക്കും അറിവ് നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ അറിവ് ആചാരം വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദ നാമസം. പിന്നെന്തുകൊണ്ടായി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കൂടുന്നത് ദുർചിന്തകളും ദുർമോഹങ്ങളും ദുഷ്കർമ്മങ്ങളൊക്കെ. ഭഗവാന്റെ ഇന്ദ്രശുദ്ധി, ആന്തരശുദ്ധി, ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, കുടുംബശുദ്ധി, ആത്മശുദ്ധി ഈ ശുദ്ധികളും നമുക്കുണ്ടാകും. വേണ്ടേ? പിന്നെ നമുക്ക് സച്ചിന്ത, സൽബുദ്ധി, സൽബോധം, സൽപ്രവൃത്തി, സൽക്കർമ്മം, സൽഗതി, സൽപ്രകാശം. പിന്നെന്ത് വേണം? നമുക്ക് ഒരേ ഒരു കാര്യമാണ് ഇല്ലാത്ത. ഏത് കാര്യമാണെന്നത്? ഇതൊക്കെ ഞാൻ ചെയ്യാം. ക്ഷമ.
ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. ക്ഷമ കൊണ്ട് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ, ഇവിടെ ആയുധം കൊണ്ട് നടന്ന് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ക്ഷമിക്കാനും സഹിക്കാനും അനുസരിക്കാനും ഭയപ്പെടുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. അങ്ങനെ 27 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിലനിർത്തി നിങ്ങളെ തന്നെ ദേവിയാകാനും ഭഗവാനാകുവാനൊക്കെയുള്ള ആ തത്വോപദേശങ്ങളിൽ കൂടി അനുഗ്രഹം പ്രാപിക്കാൻ 7 ദിവസവും നിങ്ങളോട് വന്ന് ഭഗവാനെ ദർശിച്ച് 8ാം ദിവസം നമ്മൾ ദർശിക്കാതിരിക്കണം. ഇതിലുപരിയായിട്ട് തന്നെ ഭഗവാനെ ദർശിക്കാനും അടുത്ത കൊല്ലവും അദ്ദേഹത്തിന്റെ കാർമ്മികത്തിൽ തന്നെ ആ സത്ര പൂജകൾ നടത്തുവാൻ ആ സത്ര ആചാര്യനെ കൂടി നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രദേശവാസികളെല്ലാം ഒന്നാണ്. ഭഗവാൻ പറഞ്ഞു, ഒന്നായി കഴിഞ്ഞ രണ്ടെന്ന് കണ്ടവയിൽ ഉണ്ടായുണ്ടാവുന്ന പണ്ടേ കണക്ക് വരുവാൻ കൃപാവലി. അതൊരു പാഠം, ഞാനിപ്പതിനുള്ള പാഠം അങ്ങനെ പാടിയാൽ മതിയോ? നമ്മൾ സ്വയമായി മാറ്റിയെടുക്കണ്ടേ? എടാ പണ്ട് ഒരു കുട്ടിയെ പിടിച്ചച്ഛൻ തള്ളിയ എന്താ നില നീ വീടി വലിക്കരുത് എന്നും പറഞ്ഞ് അടിച്ചവൻ ചാറും. ഒടുവിൽ ആ കുഞ്ഞ് പറഞ്ഞു, ശരി ഞാൻ അച്ഛന്റെ ജോലിപ്പുറത്തിരിക്കുന്ന കഞ്ചാവ് കുറ്റി എടുത്ത് മാറ്റി തന്നെ തന്നെ ഞാൻ സമ്മതിക്കാം. നിങ്ങൾ കഞ്ചാവ് വലിക്കുകയും എന്നെ ഞാൻ വീടി വലിക്കും തന്നെ. അപ്പൊ ആദ്യം നമ്മൾ ആര് നന്നാകണം? സ്വയമായിട്ട് നമ്മൾ നന്നാകണം. അച്ഛന്റെ കള്ളുകൂടി നടത്താതെ മകൻ കൊള്ളി കുടിക്കുന്നത്. ഇപ്പൊ എത്ര കുടുംബങ്ങളാണ് അസ്ഥാനത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. പിതാവ് കള്ളു കുടിച്ച് തകർന്നരിപ്പണമായി കഴിയുമ്പോൾ മകൻ അത് ഏറ്റെടുക്കുന്നത് മോശമാണ്. അപ്പൊ നമ്മൾ ആദ്യം അത് മാറ്റിയിരിക്കണം. അത് ഭഗവാൻ പറഞ്ഞത് 5 കൽപ്പനയാണ്. 5 മഹാദോഷം തൊഴിയാണ്. എന്തൊക്കെയാ? മദ്യപാനം, വ്യഭിചാരം, ഹിംസ, വലുതിൽ വിഗ്രഹാരാധന, പിന്നെ കുറച്ചുകൊണ്ട് അതിൽ പലരുടെ കാര്യമില്ല. ഈ 5 കർമ്മത്തിൽ നമ്മൾ ഒഴുകി ജീവിക്കണം. ഒരു ഈശ്വര വിശ്വാസി, അയ്യപ്പ വിശ്വാസി അല്ലെങ്കിൽ ഭഗവാന്റെ വിശ്വാസമായി കഴിയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ ഏറ്റെടുക്കണം. അതിന് ശബ്ദങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് ദൈവത്തിന്റെ സന്തോഷവും സമാധാനമല്ലാത്ത ഏത് ശാന്തിയാണ് നമുക്കുള്ളത്? ഒരു പിക്ചർ കാണുന്ന പിക്ചർ കണ്ടു കഴിയുമ്പോൾ പിന്നെ ദുഃഖം അത് വരെ ചിരിച്ചു വെക്കിയിരിക്കും. എപ്പോഴും ചിരിയോടും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വര ശക്തിയെ നിങ്ങൾ ആവാഹിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് നിങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആവാഹിച്ച് ആരാധിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം വരെയും എന്റെ ഏറ്റവും ഞാൻ പറഞ്ഞ ജീവാത്മാവും പരമാത്മാവും ഞാൻ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങളെ ഒരുമിച്ച് അദ്ദേഹം ആശ്രമത്തിന്റെ ആളാണ്, ഭഗവാന്റെ വിശ്വാസിയാണ്, ഭഗവാന്റെ ആളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ വലിയ ഒരു പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഹൈദരാബാദാണ് വന്നു ചേരാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം ചെറുപ്രായം മുതൽ തന്നെ വയസ്സിട്ടല്ല, ചെറുപ്രായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞത് ഉത്തമ സമയത്തു ഇത് നന്നായി അറിയണം, ഗുരുവിനാഗ്രഹിച്ചിടും ഉപദേശം വഴി പോലെ. മനസ്സിലായോ? ഉത്തമ സമയത്ത് നമ്മൾ പിന്നെ ഭഗവാൻ പറയുന്നത് കല്ലറയ്ക്കുള്ളിൽ പോയാൽ തിരിച്ചു വന്ന് ഞാൻ ജീവിച്ചോളാന്ന് പറയാൻ വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് നല്ല പ്രായത്തിൽ തന്നെ ഈശ്വരനെ അറിയുവാനും ഗ്രഹിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇന്നിവിടെ വന്നു ചേരുവാനൊക്കെ ഭഗവാൻ സഹായിച്ചു. നിങ്ങളൊക്കെ ഞാനിന്ന് ഓർക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രാർത്ഥിക്കാൻ. അത് നമ്മൾ പ്രാർത്ഥനക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയല്ല, എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ ദൈവത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി ഉന്നവനും ക്ഷേത്ര സമിതിയായിരിക്കും ഇവിടുത്തെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ കൂടി ഇവിടെ വലിയ ഒരു അനുഗ്രഹം നിറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു വലിയ പ്രഭാതമായിട്ട്, വലിയ ഒരു ഉത്സവമായിട്ട്, വലിയ ഒരു ശക്തിയായിട്ട് ഈ ആചാര്യന്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ആചാര്യ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത കർമ്മങ്ങളെ ലോകത്തിനും നമുക്ക് ഏവർക്കും ശാന്തിയായി ഭവിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എന്റെ സുഹൃത്തുക്കളായ എന്റെ സ്നേഹിതരായിട്ടുള്ള അവരെ ശ്രീ ഉണ്ണാവും അവർക്കും സെക്രട്ടറിക്കും ഒക്കെ ഗുരുനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭഗവാന്റെ കരുണ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരു സമയം പോലും സമാധാനമില്ല, ശാന്തി. ഇവിടെ പ്രശ്നം, അവിടെ പ്രശ്നം, അവിടെ ചെല്ലും, ഇവിടെ പ്രശ്നം, ഇങ്ങനെ പേപ്പറ്റി കൂടി നടന്ന് നാശം ഉണ്ടാക്കുന്നില്ല. പണ്ട് അമ്മച്ചി ഒരു പറച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പട്ടിക്ക് പേരറിയ 100 പട്ടിക്ക് പേരറിയിക്കാൻ മാറുമെന്ന്. അപ്പൊ ഇതുപോലെ പ്രശ്നങ്ങളുടെ കുമ്പാരമായ അദ്ദേഹം പാലക്കാട് നിന്നും ഇവിടെ കുറച്ചാട് കേസിലെ സിയായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് വലുതാണ്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന് ആവശ്യമാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് മുഖ്യ അധ്യാപകൻ തന്നിട്ട് അദ്ദേഹത്തിനും എന്റെ നമസ്കാരത്തെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഗുരുനാമത്തിലുള്ള നന്ദി നമസ്കാരത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയമുണ്ടായി എനിക്ക് പോകണമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞ് കുറെ സമയം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എന്റേതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉദിപ്പിച്ചു പോവുകയും
ഗ്രഹിക്കുകയും അല്ലാത്ത ഉണ്ടെങ്കിൽ അത് ഗ്രഹിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വെല്ലുവിളിക്കും എല്ലാവർക്കും ഗുരുനാമത്തുള്ള നന്ദി നമസ്കാരം. നിങ്ങൾക്ക് നന്ദി നമസ്കാരം. ഭാവന സമാപന സമ്മേളനം വളരെ മനോഹരമായി തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ നല്ല സന്ദേശങ്ങൾ സമൂഹത്തിന് ആകമാനം പ്രകാശനം ചെയ്തുകൊണ്ട് സ്വാമി സംസാരിച്ചു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് കുറുതികാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് CV ബിജു സാറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളും വേദിയിലും സദസ്സിലുമുള്ള ഭക്തജനങ്ങൾ, ഇവിടെ കഴിഞ്ഞ 7 ദിവസമായി വളരെ മനോഹരമായ രീതിയിൽ സപ്താഹം, അയ്യപ്പ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ആത്മീയ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള ശ്രീ പള്ളിക്ക് സുനിൽ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഈ സപ്താഹം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആത്മീയ അറിവുകൾ അദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വളരെ പ്രഗത്ഭമായ ആളുകളുള്ളവർക്ക് ഒരു ആത്മീയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് അത്ര വലിയ ജ്ഞാനമൊന്നുമില്ല. നമ്മൾ നിയമപരമായ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാമെന്നതാണ്. എന്തായാലും ഇവിടെ നടന്ന 7 ദിവസം ഈ സപ്താഹം ഞാൻ നിരീക്ഷിക്കുകയുണ്ടായി. ഇവിടെ വളരെ ഭംഗിയായി വളരെ അടുത്തും ചിട്ടയോടും കൂടിയാണ് ഈ സപ്താഹം ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നടന്ന ഉത്സവങ്ങളും മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വാമി പറഞ്ഞ പോലെ വളരെ സമാധാനപരമായ ഒരു കാര്യമാണ്. ഇത്രയധികം ആളുകൾ കൂടിച്ചേർന്നു ഇത്രയധികം ആളുകൾ കൂടിച്ചേർന്നു ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ കോപ്പറേറ്റീവായി വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടന്നു. അപ്പൊ ഞാനിവിടെ വന്നു വിളിക്കുന്ന സംഘാടകരോടൊന്നും സംസാരിക്കുകയുണ്ടായി. എന്തായാലും മറ്റ് ഹിന്ദു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് അയ്യപ്പനിൽ ദർശിക്കാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഭക്തനും ദൈവവും ഒന്നാകുന്ന ഒരു വലിയ സങ്കല്പമാണ് ഈ അയ്യപ്പ സങ്കല്പം. അതൊക്കെ നമ്മുടെ സുനിൽ സ്വാമികൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്തായാലും ഈ തത്വമസി എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം, ഞാൻ ചെറുപ്പത്തിൽ എന്താണ് തത്വമസി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് അന്നത് മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഒരു സംസ്കൃത വാക്യമാണത്. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ എന്റെ നാട്ടിലേക്ക് പറയും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു മരിച്ചിട്ടാവോ മോക്ഷം കിട്ടുന്നത്? അപ്പോ സ്വാമിയെ കണ്ടാൽ എങ്ങനെ മോക്ഷം കിട്ടുക എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലായത് സ്വാമിയെ കണ്ട മോക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ 41 ദിവസം വ്രതമെടുത്താണ് സാധാരണ സ്വാമിയെ കാണാൻ പോകുന്നത്. ഈ 41 ദിവസം വ്രതമെടുക്കുന്നതിലൂടെ അവന്റെ അഹങ്കാരവും അതുപോലെ തന്നെ അവന്റെ തിന്മകളെല്ലാം ഈ 41 ദിവസം വ്രതത്തിലൂടെ അവൻ ഒഴിവാക്കി അവൻ ദൈവത്തിന് തുല്യനായിട്ടാണ് സ്വാമിയുടെ അടുത്തെത്തുന്നത്. ഈ 18 പടി കടന്ന് സ്വാമിയുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വാചകം തത്വമസിയാണ്, അത് നീ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാത്. അപ്പോ ദൈവവും നീയും ഒന്നാകുന്ന ഒരു സങ്കല്പം. നമ്മുടെ അഹങ്കാരം, കാമക്രോധ, മോഹം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളും ദൈവവും തുല്യരായി. കാരണം ആ ദൈവത്തിന്റെ ആ ശക്തി നമ്മളിലേക്ക് ആ സമയമാകുമ്പോഴേക്ക് ഈ 41 ദിവസത്തെ വ്രതത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ ഈ മോക്ഷം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അഹങ്കാരം, തിന്മകള് ഇതെല്ലാം നമ്മൾ വെടിഞ്ഞിട്ടുണ്ടാവും ഈ 41 ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ 41 ദിവസത്തെ അപ്പൊ അതുകൊണ്ടാണ് മോക്ഷം കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായി മരിച്ചിട്ടുള്ള മോക്ഷമല്ല, നമ്മുടെ തിന്മകളിൽ നിന്നുള്ള മോക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ ഇവിടെ പറയുന്ന സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അപ്പൊ വലിയൊരു സങ്കല്പമാണ് അയ്യപ്പ സങ്കല്പം. മറ്റ് ദേവസങ്കല്പങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മനുഷ്യൻ ഒന്നാണെന്നും മനുഷ്യവും ദൈവവും ഒന്നാണെന്നുള്ള വലിയൊരു സങ്കല്പം നൽകുക. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇപ്പോ സ്വാമി നമ്മുടെ ചെറുകോലിലെ സ്വാമി പറഞ്ഞു, ഇന്നിപ്പോ സമൂഹത്തിൽ ഒരുപാട് ക്രൂരതകൾ, ഇപ്പൊ മൃഗീയമായ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഉപമയാണ്. കാരണം മൃഗത്തിനേക്കാട്ടിലും അതായത് മൃഗങ്ങളൊന്നും സാധാരണഗതിയിൽ ഭക്ഷണത്തിന് മാത്രമാണ് മറ്റൊരു മൃഗത്തെ കൊല്ലുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതൊക്കെ ഭക്ഷണത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് മനുഷ്യനെ കൊല്ലുന്നത് ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനില്ല. വെറുതെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ലഹരിയോ മറ്റുള്ളവർക്ക് ഉപയോഗിച്ചും ഇന്ന് സമൂഹത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അക്രമ രീതികൾ പലതും പുറത്തു വരുന്നുണ്ട്. ചിലത് പുറത്തു വരുന്നില്ല, ചിലത് ആരും അറിയുന്നില്ല, ചിലത് പോലീസ് മാത്രം അറിയുന്നു. കാരണം ഞങ്ങൾ
എല്ലാതരം ആളുകളും ദിവസവും പെറ്റീഷനൊക്കെ ആയി വരുമ്പോൾ പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ കേസായി എടുക്കാറില്ല, അവിടെ തന്നെ അവസാനിപ്പിച്ച് ഇരുകൂട്ടിൽ സംസാരിപ്പിച്ചൊക്കെ വിടുന്ന ചില അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യന്റെ മനസ്സ് മാറിയത് സമൂഹത്തിൽ വന്ന മൂല്യച്യുതികളാണ് ഇതിന്റെയൊക്കെ കാരണം. ഈ ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാം, ഈ പരിപാടികൾ, ഈ സപ്താഹം മാതിരിയുള്ള പരിപാടികളിലൂടെ നമ്മുടെ ആത്മീയ ആചാര്യൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശുദ്ധീകരിക്കുകയും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള, എനിക്കിത് പറയാനുള്ളത്, ഇതിൽ ഇവിടെ പങ്കെടുത്തവർക്ക് ഒരു 10% ആചാര്യൻ പറഞ്ഞ 10% നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് വലിയൊരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഒരു 10% നമ്മൾ മാറിയാൽ മതി. 10% മാറിയാൽ തന്നെ ഇന്നത്തെ ഈ പ്രശ്നത്തിന്റെ ഒരുപാട് പരിധി വരെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. കാരണം ഞങ്ങൾ ഈ സ്പന്ദനം കൃത്യമായി അറിയുന്ന ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഞാൻ ഈ പുറത്തേക്കാട് ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷനാണ്. ഇപ്പൊ ഞാൻ ഏകദേശം വീട്ടിൽ പോയിട്ട് 22 ദിവസമായി. അപ്പോൾ തന്നെ അറിയാലോ, കാരണം 22 ദിവസമായി എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഈ ഒരു ചെറിയ പോലീസ് സ്റ്റേഷനിൽ പോലും. അപ്പോ ഇത് കൊച്ചിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പറഞ്ഞ പോലെ അവര് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊക്കെ വീട്ടിൽ പോകുന്നു. ഇപ്പൊ ഇന്നലെ സപ്താഹത്തിന്റെ ഇവിടെ സത്രത്തിന്റെ സംഘടന ചോദിച്ചു, നിങ്ങളത് ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ, ഇന്നലെ കണ്ടില്ലല്ലോ. കാരണം നമ്മൾ സ്വന്തം വീട്ടിൽ പോലും എന്ന് വരുമെന്ന് ചോദിക്കരുതെന്ന് പറയാറ്. കാരണം എന്തെങ്കിലും വരും, നമുക്ക് സൗകര്യമുള്ളപ്പോൾ വരാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ളപ്പോൾ വരാം. അതിനനുസരിച്ച് നമ്മൾ ജീവിതം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുകാരെ അങ്ങനെ ആദ്യമേ പഠിപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്ന് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ നാളെ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് നടക്കില്ല ജീവിതത്തിൽ. അപ്പൊ ഇത്തരം ഈ ചെറിയൊരു സ്ഥലത്ത് പോയി ഇത്രയും പ്രശ്നങ്ങളുണ്ടായില്ല. അതായത് ഏകദേശം റൂറൽ ഏരിയ മാത്രമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കുറത്തിക്കാട്. പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ, അതായത് ഒരു ടൗൺ ഏരിയകളൊന്നുമില്ല. അത്രയും സാധാരണ കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെയുള്ള വളരെ സാധാരണ ആളുകൾ താമസിക്കുന്ന ഇത്തരം ഒരു സ്ഥലത്ത് പോലും ഇത്ര അധികം കുറ്റകൃത്യങ്ങളോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തിന്മകൾ വന്ന് നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നിയത്, നമ്മൾ ഈ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ഒന്നും ഈ കേൾക്കുന്ന ഭക്തജനങ്ങളോ ആരും 1% പോലും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഞാൻ വിമർശിച്ചല്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം ഇവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അതിന് എന്ത് മാറ്റം നമുക്ക് വരുത്താൻ പറ്റും, നമ്മൾ ഈ അതായത് നമ്മളും ദൈവവും ഒന്നാകുന്ന ആ പരമാനന്ദത്തെ നമുക്ക് ദർശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രധാനമായും നമ്മൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ദൈവം ഒന്നായി തീരുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു ശാന്തി, ആ ഒരു ആത്മശാന്തി നമ്മൾക്ക് കിട്ടണം. ആ ആത്മശാന്തി കിട്ടാനാണ് ഇത്തരം പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതും ഇതിലൊക്കെ നമ്മൾ ഇതെല്ലാം ശ്രമിക്കുന്നതും. എന്തായാലും ഈ സംഘാടകരെ കഴിഞ്ഞ ഒരു വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വിവരിച്ചു തരുന്നതിനായിട്ട് ഒരു പ്രഗത്ഭനായ ഒരു ആചാര്യനെയും കിട്ടി. എന്തായാലും ഞാൻ ഈ പ്രോഗ്രാമൊന്നും കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രശസ്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയുന്നതിന്റെ മാക്സിമം ലെവലില് അദ്ദേഹം പകർന്നു നൽകിയിട്ടുണ്ടാവും. അത് എന്തായാലും ഒരു 10% നിങ്ങൾ ജീവിതത്തിൽ എല്ലാവരും അത് പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിലേക്ക് എന്നെ ഇവിടെ സ്വാഗതം ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വി ബിജു സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സത്രമംഗള സന്ദേശം നൽകുന്നതിനായി ആചാര്യൻ ശ്രീ പള്ളിക്കൃഷ്ണൻ അവരുടെ അയ്യപ്പ മഹാസത്രത്തിന്റെ സമാപന സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണിതാൻ ചേട്ടൻ, പ്രസിഡന്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രസമിതി അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2 സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടത്. ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ബിജു സാർ സൂചിപ്പിച്ചു. ആധ്യാത്മിക കാര്യങ്ങൾ സ്വാമിജിയും പറഞ്ഞു. ആധ്യാത്മികമായും ഭൗതികമായും 2 വാക്കുകൾ കേട്ടു. തത്വമസി ബിജു സാർ വിശേഷിപ്പിച്ചത് കേട്ടപ്പോ പോലീസ് ഉദ്യോഗസ്ഥനല്ലായിരുന്നെങ്കിൽ ഒരു ആത്മീയ പ്രഭാഷകനാവുന്നതാണ്. മോക്ഷം അടിസ്ഥാനപരമായി സ്വാമിജിക്കറിയാം. സ്വാമിജി വൈകിട്ട് 6 മണിക്ക് നിന്നാൽ നാളെ രാവിലെ 6 മണി വരെ പ്രഭാഷണം ചെയ്യുന്ന ആളാണ്. മംഗളകരമായി അത് ഞാൻ അവിടെ അനുഭവിച്ചിട്ടുണ്ട് ഒരു ശിവരാത്രി വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്തതിനെ കളയുമ്പോൾ മോക്ഷമായി. അവർ താമസിക്കുന്ന ദേശം സ്വർഗം.
അവർ താമസിക്കുന്ന വീട് സ്വർഗം, അവർ ചെല്ലുന്നതെല്ലാം സ്വർഗം. ഹരിചന്ദ്രന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഞാൻ ഈ ചുടലക്കാടിനെ സ്വർഗമാക്കിയവനാണ്. എന്തിനാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വിമാനം? ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ ദേവന്മാരെ. സന്യാസിയെ കണ്ടപ്പോ മുളക്കുളങ്ങര ക്ഷേത്രത്തിൽ ഭാഗവതവും ദേവീ ഭാഗവതവും നാരായണീയവും എല്ലാം വായിക്കുന്ന ജഗദംബികയാണ് വന്ന് നമസ്കരിച്ച് കണ്ണീർ കുഴിച്ചത്. അവർക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടായിട്ടല്ല. അവരുടെ കൊച്ചുമക്കൾ വിദേശത്താണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പൂ വെച്ച് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ നിന്ന് ഈ സന്ദേശവുമായി അവിടെ ചെന്നപ്പോ അയ്യപ്പന്റെ ദേശത്തു നിന്നല്ലേ വന്നത്, ഞാൻ വരാം. എന്നോട് പറഞ്ഞു ഓട്ടോറിക്ഷയിലാണ് വന്നത്, അതുകൊണ്ട് അങ്ങ് പോവാണ്. അന്ന് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞു ദയവേദ ഓട്ടോറിക്ഷ ഓടിച്ചു വന്ന ആള് അമ്മയെ വഴക്ക് പറയല്ലേ, നമ്മൾ അങ്ങോട്ട് മൈക്കിന് ശബ്ദം കൂടുന്നു, ഇത് കുറയ്ക്കണമെന്ന് പറഞ്ഞ പരാതി കൊടുത്തപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചെങ്ങന്നൂർ DYSP ആണ്. അദ്ദേഹം ഇപ്പോഴില്ല, നമ്മുടെ ആലപ്പുഴ ഒരു പരിപാടി. അദ്ദേഹം ആ പരാതി കൊടുക്കാൻ ചെന്ന ആളിനോട് പറഞ്ഞു അവിടെ ആരെയും വിമർശിക്കുന്നില്ല, അവിടെ ആരുടെയും കുറ്റം പറയുന്നില്ല, നിങ്ങൾ അത് കേൾക്കൂ, ഞങ്ങളുടെ ജോലി കുറയും. സമയം നോക്കാതെ ജോലി ചെയ്യുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ബാക്കി എല്ലാവർക്കും സമയമുണ്ട്, 8 മണിക്കൂർ. ഇതാണില്ല, രാപ്പകൽ ഭേദമില്ല. ആലോചിച്ച് നോക്കും. P politeness, O obedient, L loyalty, I intelligent, C character, E efficient. പെരുമാറ്റത്തിൽ മര്യാദയും പ്രവൃത്തിയിൽ കരുത്തും കാണിക്കുന്നവരാണ്. രാത്രി 12 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ 1.5 ലക്ഷം രൂപയുടെ ബൈക്കിൽ 48,000 രൂപയുടെ മൊബൈൽ ഫോണുമായിട്ട് രാത്രി പോകുന്നു. പോലീസ് സ്റ്റേഷൻ കൈ കാണിച്ചു. എന്താ ബാഗിൽ? അതെനിക്ക് ഇഷ്ടമുള്ളതാണ്. ഒരൊറ്റയടി കൊടുത്തു. നോക്കിയപ്പോ കഞ്ചാവാണ്. പേരെന്താണ് അതിന്റെ എന്ന് ചോദിച്ചു. പേര് ചോദിച്ചപ്പം കണ്ണൻ എന്ന് പറഞ്ഞു. ഒരടി കൂടെ കൊടുത്തു. ഈ പേര് ഇട്ടോട്ട് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നി? തിരുവനന്തപുരത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ മദ്യപിക്കരുത്, പുകവലിക്കരുത്. സ്വാമി പറഞ്ഞതുപോലെ വീടി വലിക്കുന്നതിന് അച്ഛൻ എന്നെ അടിക്കുന്നു, നിങ്ങളുടെ ചെറിയ പുറകിലിരിക്കുന്ന കഞ്ചാവ് മാറ്റൂ, അപ്പോൾ ഞാനിത് നിർത്താം. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സംശയ രോഗങ്ങള്, ആത്മഹത്യകള്, കൊലപാതകങ്ങള്, അമ്മയെ കൊല്ലുന്നവൻ, അച്ഛനെ കൊല്ലുന്നവൻ, ഇതെല്ലാം 98% ഹിന്ദുക്കളാണ്. ഒരു മുസ്ലിം അത് ചെയ്യുന്നെങ്കിൽ അവൻ പള്ളിയിൽ പോകാത്തവനാണ്. ഒരു ക്രിസ്ത്യാനി അത് ചെയ്യുന്നെങ്കിൽ അവൻ പള്ളിയിൽ പോകാത്തവനാണ്. അവർക്ക് ഭയമാണ്. ഒരു ഭയഭക്തിയോടെ ജീവിക്കണമെന്ന് പണ്ട് പറയും. അങ്ങനെ ഭയഭക്തിയോടുകൂടി മാനിക്കേണ്ടവനെ മാനിച്ചും വെറുക്കേണ്ടവനെ വെറുത്തും ജീവിച്ചവരാണ് ഈശ്വരന്മാരായി മാറിയത്. ഈശ്വരൻ എന്ന് വെച്ചാൽ ഐശ്വര്യമുള്ളവനെന്നാണ് അർത്ഥം. ഗണപതി ഭഗവാനായാലും അയ്യപ്പസ്വാമി ആയാലും ശ്രീരാമേന്ദ്ര ഭഗവാനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും അത് നോക്കി ജീവിച്ചവരാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മെ കരിപ്പിടിപ്പിക്കുന്ന ഒരു മഹാസത്രം. അത് അയ്യപ്പ ഭാഗവതമായാലും രാമായണമായാലും അതൊക്കെ നമുക്ക് പകർന്നു വരുന്ന സന്ദേശം. 100-ൽ 100 വേണ്ടല്ലോ ജീവിക്കാൻ. നമുക്ക് 1ാം റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട. പക്ഷേ ഒരു 100-ൽ 30 മാർക്ക് സ്വാമി വിശ്വാസം പറഞ്ഞതുപോലെ ഒരു 100-ൽ 30 മാർക്ക് നേടി വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അമ്മയെയും അച്ഛനെയും നമസ്കരിക്കുന്ന, കുഞ്ഞുങ്ങളുണ്ടാവണം, ഭർത്താവിനെ മാനിക്കുന്ന, അതായത് ആരുമായിക്കോട്ടെ, ദൈവത്തെ തൊഴാതെ ഭർത്താവിനെ തൊഴുന്ന സ്ത്രീ പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞതിൽ പെയ്തിടും മഴ എന്നാണ് ശ്രീനാരായണഗുരുദേവൻ എഴുതിയത്. ഇപ്പൊ നമുക്കടുത്താണ്. നമ്മളിന്ന് രാവിലെ പറഞ്ഞു നിങ്ങൾ ചെറുപോലും കൊട്ടാർക്കാവിലും പോകണം. ശിവഗിരിയും ചെമ്പഴന്തിയും പോലെയാണ്, പന്മനയും പേട്ടയും പോലെയാണ് ചട്ടവിശ്വാമിയുടെ സങ്കല്പം. അതുപോലെ ശിവാനന്ദ ഗുരുദേവൻ ഒരു സാധാരണ സമുദായത്തിൽ ജനിച്ച് നന്മ ഓതാൻ പ്രത്യേക സന്ദേശങ്ങൾ ഉണ്ടാക്കി അറിയിച്ച ഒരു മഹാസങ്കല്പം. അതുപോലെ ബാല്യകാലം മുതലേ അവിടെ പോകുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു സൗഭാഗ്യമായി കരുതി സുനിലിന്റെയും രാജേഷിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു യുവ സമൂഹം, രമേശ് ഉണ്ണിത്താൻചേട്ടന്റെ ഒരു നേതൃത്വത്തിൽ ഒരു മുതിർന്നവരെ മാനിച്ച് മംഗളകരമായി ഒരു മഹാത്യാഗം ചെയ്തതിന്റെ ഫലമാണ് 4 വർഷവും മഴ പെയ്യുമ്പോൾ വേണ്ടപ്പോൾ മാത്രം മഴ പെയ്ത് സൂര്യതാപത്തെ അകറ്റി ഉമ്പർനാട്ടെ അയ്യപ്പസ്വാമി മഹായാഗം ഇപ്പോൾ പൂർത്തീകരിക്കുന്നുവെന്ന് അഭിമാനത്തോടെ ഓർക്കാൻ നമുക്ക് സാധിക്കും.
അതിന് നിങ്ങളുടെ സമ്പത്ത്, സമയം, സൗകര്യമൊക്കെയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. ആ ഈശ്വരീയ ധർമ്മത്തിൽ നമ്മുടെ സന്ദേശം ഇപ്പോൾ ഉള്ള ആൺകുട്ടികളെല്ലാം വേദിയിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളെല്ലാം വേദിയിലേക്ക് വരും. ആൺകുട്ടിയാണോ എന്ന് സംശയമുള്ളതാണ്. ആൺകുട്ടികൾ വേദിയിലേക്ക് വരും. ബാലന്മാർ, 16 വയസ്സിന് താഴെ പ്രായമുള്ള ബാലന്മാർ എല്ലാവരും വേഗം പറഞ്ഞു. ഇവിടെ പറയുന്ന ഒരു പ്രതിജ്ഞ, അതാണ് സത്രത്തിന്റെ സന്ദേശം. പെൺകുട്ടികളെ തയ്യാറായി നിൽക്കും ഇങ്ങോട്ട് കയറാൻ. ബാലികമാർ ഈ പ്രതിജ്ഞ കഴിയുമ്പോൾ നിങ്ങൾ ഒരു കയ്യടി കൊടുക്കണം. ഞങ്ങളുടെ അമ്മയാണ് സത്യം, ഞങ്ങളുടെ അമ്മയാണ് സത്യം, ഞങ്ങളുടെ അച്ഛനാണ് സത്യം, ഞങ്ങളുടെ അച്ഛനാണ് സത്യം, ഇവിടെ ഇരുന്ന ശിവാനന്ദാശ്രമത്തിലെ സ്വാമിയാണ് സത്യം, ഇവിടെ ഇരുന്ന സുധാനന്ദ ആശ്രമത്തിലെ സ്വാമിയാണ് സത്യം, ഞങ്ങളുടെ ഉണ്ടർനാട് ധർമ്മശാസ്താവാണ് സത്യം, ഞങ്ങളുടെ ഉമ്പർനാട് ധർമ്മശാസ്താവാണ് സത്യം, ഞങ്ങൾ ജീവിതകാലത്ത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല. ഇത് സത്യം. കൈയടിക്കാതിരിക്കുന്നു. ഉണക്ക കൈയടി. നല്ലൊരു മഴ പെയ്യാൻ്റെ ഉണക്ക കൈയടി. എത്ര പേരുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കും. എത്ര പേരാണ്? 9 പേര്. 10ാം ഒരുത്തനുണ്ട് പാട്ട് പാടി. പെൺകുട്ടികൾ വരും. പെൺകുട്ടികൾ വേഗം പറഞ്ഞ 1 മിനിറ്റ് ഉണ്ടോ? ഞാൻ ഓടി വരും. ഈ പ്രതിജ്ഞ കഴിയുമ്പോഴും നിങ്ങളൊരു കൈയടിക്കും. ഇവർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല എന്നാണ് കൈയടിച്ചത്. ഇനി പെൺകുട്ടികളൊരു പ്രതിജ്ഞ. നാളെ ഒരു സ്ഥലത്ത് പറഞ്ഞു ഇത് പെൺകുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണോ? വേഗം ഒരു സത്ര സന്ദേശമാണ് ആൺകുട്ടികൾ എടുത്തത്. സ്വാമിജിയുടെയും ബിജു സാറിന്റെയും നേതൃത്വത്തിലാണ് അവർ ആ പ്രതിജ്ഞ എടുത്തത്. അവർക്ക് 2 പേർക്കും ജോലി കുറയും. ആശ്രമത്തിൽ ചെല്ലുന്നതിനും പരാതി പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ജോലിയും കുറയ്ക്കാനാണ് ഞങ്ങൾ ജീവിതകാലത്ത് മദ്യവും കഞ്ചാവും ഉപയോഗിക്കില്ല എന്ന ആൺകുട്ടികൾ പ്രതിജ്ഞ എടുത്തത്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സന്യാസിമാരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിനെതിരെയാണ് അടുത്ത പെൺകുട്ടികളുടെ പ്രതിജ്ഞ. അത് കഴിയുമ്പോഴും ഉണക്ക കൈയടി ആവണം, നല്ല കൈയടി കൊടുക്കണം. ഞങ്ങളുടെ അമ്മയാണ് സത്യം, ഞങ്ങളുടെ അമ്മയാണ് സത്യം, ഞങ്ങളുടെ അമ്മയാണ് സത്യം, ഞങ്ങളുടെ അച്ഛനാണ് സത്യം, ഉമ്മർനാട് ധർമ്മശാസ്താവാണ് സത്യം. ഇയാൾ ഇവിടെ വായിച്ചുകൊണ്ടിരുന്ന അയ്യപ്പ ഭാഗവതാണ് സത്യം. ഞങ്ങളുടെ അമ്മയും അച്ഛനും അറിയാതെ വിവാഹം കഴിക്കില്ല. ഇതാണ് സത്ര സന്ദേശം. നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ ക്ഷേത്രത്തെ പൊന്നുപോലെ നോക്കേണ്ട ആൺകുട്ടികളും പെൺകുട്ടികളും. ഞങ്ങൾ ജീവിതകാലത്ത് മദ്യപിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ഞങ്ങൾ മാതാപിതാക്കൾ അറിയാതെ വിവാഹം കഴിക്കില്ല എന്ന സന്ദേശത്തിന് അപ്പുറത്തൊരു സന്ദേശം കലിയുഗത്തിൽ വേറില്ല. അതിന് ഈ കുട്ടികൾക്കിടയായാൽ നമ്മൾ ധന്യരായി. നിങ്ങളുടെ സമയവും സൗകര്യവും സമ്പത്തുമാണ് ഇവിടെ ഉണ്ടായ ഈ പന്തലും അത്ഭുതകരമായ ജനപ്രവാഹവും സുന്ദരമായ സദ്യയും എല്ലാം, അതെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയാവട്ടെ എന്ന് ആധ്യാത്മികമായി സ്വാമിജിയെയും ഭൗതികമായി അദ്ദേഹം പറഞ്ഞല്ലോ ഒരു കൊച്ചു പോലീസ് സ്റ്റേഷനാണ്. ശരിയാണ്. മാവേലിക്കര, പുറത്തിയാട്, പള്ളിയുന്നം, നൂറനാട് ഒരു കൊച്ചു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. തന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ഭൗതിക ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ സന്മാർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കാത്തതിന്റെ ബുദ്ധിമുട്ടെല്ലാം അവരനുഭവിക്കുന്നു. അതുകൊണ്ട് സന്യാസിമാർ കുടുംബം പരിത്യജിച്ചു വന്നവരാണ്. അവരെയും ഉറക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതെല്ലാം ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നത് കൊണ്ടാണ്. ഇതൊരു വലിയ കാര്യമാണ്. 2 പേർക്കും കൂടി ഒരു വലിയ കൈയടി കൊടുത്തത്. ഈ മഹായാഗം 8 ദിവസം ഭൗതികമായി ആധ്യാത്മികമായി നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ, എനിക്ക് വളരെയേറെ ബന്ധമുള്ള ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഞാനും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുനിലിന്റെയും രാജേഷിന്റെയും മഹേഷിന്റെയും ഹരിഹരന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ
ഈ മുറ്റത്ത് ഇത് നടക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ ഫലമാണ് സൂര്യതാപം മാറി മഴയായതും ചന്ദ്രനെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതും ഇന്ന് ഈ നല്ല അന്തരീക്ഷത്തിൽ ഇത് പൂർത്തീകരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ ജാഗ്രതയിലാണ് പത്തനംതിട്ടയിൽ. ഏത് സമയത്തും മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടാകാമെന്നാണ്. അപ്പൊ അതൊന്നും ഉണ്ടാവാം, നല്ലൊരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലെല്ലാം ഉണ്ടാകാൻ ഈ അയ്യപ്പസ്വാമി ശബരിമലയിലെ തന്ത്രി ഇന്നലെ വന്നിവിടെ പറഞ്ഞതുപോലെ നമുക്ക് താങ്ങായി തുണയായി തണലായി എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്യസന്ദേശം അയ്യപ്പസ്വാമിയുടെ തൃപ്പാദങ്ങളിലും നിങ്ങളുടെ മനസ്സുകളിലും വിനയപരിസരം സമർപ്പിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ സമാപന സമ്മേളനത്തിൽ സത്രസന്ദേശം നൽകുക എന്ന കർത്തവ്യമായിരുന്നു നമ്മുടെ ആചാര്യനുള്ളത്. പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വളരെ മനോഹരമായ രീതിയിൽ ഒരു സത്രസന്ദേശം നൽകി നമ്മളെ ആകെ ഒരാശ്ചര്യത്തിൽ തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് അദ്ദേഹം. കാരണം അദ്ദേഹം ഇത്തരത്തില് മനോഹരമായ ഒരു സന്ദേശം നൽകുക എന്നത് ഈ നാടിന് നൽകിയ ഒരു വലിയ സന്ദേശമാണ്. ആ നാടിന് നൽകിയ ഒരു വലിയ സന്ദേശത്തിന് അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടിയാണ് കൊടുക്കുന്നത്. ഒരു നാടിനെ എന്തെല്ലാം കാര്യത്തിൽ നിന്ന് മുക്തിയാക്കി തരുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ അവസരത്തിലെടുത്തത്. അദ്ദേഹത്തിന് അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ നാമധേയത്തിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്തതായി ഇന്ന് സമാപന സമ്മേളനത്തിന് ശേഷം ശ്രീകോവിലേക്ക് ദീപം ഉദ്വസിപ്പിച്ചുകൊണ്ട് ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ആഹാരം അവിടെ വിളമ്പുകയുള്ളൂ. ഇന്നത്തെ പൂജയും പാരായണവും അന്നദാനവും വഴിപാടായി സമർപ്പിച്ചവരുടെ പേരുകൾ വായിക്കാം. അവര് അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ അയ്യപ്പസ്വാമിയുടെ ചിത്രമാലേഖനം ചെയ്ത ഫോട്ടോ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശംഭു നമ്പൂതിരി ചങ്ങൻ ഗോതര, കയ്യിലേക്ക് കൊടുക്കണം. ശ്രീകുമാർ പുഷ്പമംഗലം, വിനോദ് ഉണ്ണിത്താൻ ചെന്നൈ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തന്നെ അത് ഏറ്റുവാങ്ങുകയാണ്. അടുത്തതായിട്ട് ഹരികുമാർ ആൻഡ് വിഷ്ണു വൃന്ദാവൻ കുമ്പർനാട് ഏറ്റുവാങ്ങുന്നതിനായി കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിൽ ഉടനെ തന്നെ എത്തിച്ചേർന്നു. ഹരികുമാർ വൃന്ദാവൻ. അടുത്തതായി ഹരികുമാർ ചിത്തിര കുമ്പർനാട്. ഹരികുമാർ ചിത്തിര. അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ ഒന്നാം ദിവസം പൂജയും പാരായണവും അന്നദാനവും വഴിപാടായി സമർപ്പിച്ചത് ശ്രീമതി ചന്ദ്രികയിലാണ്. അന്ന് അദ്ദേഹത്തിന് അത് ഏറ്റുവാങ്ങാൻ പറ്റിയില്ല. സത്രാചാര്യനിൽ നിന്ന് അത് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു.
സമാപന സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലിരിക്കുന്ന അദ്ദേഹങ്ങളെ സമയക്കുറവുണ്ടായിട്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പട്ടാളാവിലെ സ്വാമിയെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പുറത്തിയാട് സിജെ, അദ്ദേഹം തിരക്കിലായിരുന്നു, എന്നിട്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ സദസ്സിനെ ധന്യമാക്കിയിരുന്നു. അദ്ദേഹത്തിനും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും അയ്യപ്പ സത്രത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ആചാര്യനായിട്ട് ഇവിടെ ഒരാഴ്ചക്കാലം എല്ലാവർക്കും സന്ദേശങ്ങൾ തന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ച് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. പൂരമായി ആത്മീയ വിണ്ണിന്നു സായുജ്യമായി ഹരിഹരപുത്രനാം അയ്യപ്പ സ്വാമിയെ കരളിന്റെ കൈകളാൽ കൂപ്പി താരക ബ്രഹ്മമാമയ്യപ്പ സ്വാമി പാവക ദർശനം ജന്മപുണ്യം. താരക ബ്രഹ്മമാമയ്യപ്പ സ്വാമി പാവക ദർശനം ജന്മപുണ്യം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഉച്ചയ്ക്ക് പൊട്ടിയിരിക്കുന്നതായിരിക്കും ഭംഗി. വൈകിട്ട് യജ്ഞം തുടങ്ങുകയാണ്. അപ്പോൾ എന്നാലും വൈകിട്ട് ദീപാരാധനയ്ക്ക് എല്ലാവരും വരണം. ഇന്ന് ശബരിമലയിലെ പ്രതിഷ്ഠാ വാർഷികമാണ്. വളരെ മംഗളകരമായ നിലയിൽ ഭക്ഷണവും വളരെ സുന്ദരമായ നിലയിൽ ശബ്ദവും ഒക്കെ നൽകി സഹായിച്ച എല്ലാവരെയും നമ്മൾ ധർമ്മത്തിൽ സ്നേഹിക്കുന്നു. പൂജയോടുകൂടി ഇവിടുത്തെ ചടങ്ങുകൾ നമുക്ക് പൂർത്തീകരിച്ച് അന്നപ്രസാദവും കഴിച്ച് ഇനി വൈകിട്ട് ദീപാരാധന തൊഴാനായി എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ സൗണ്ട് ഗുരുപൂജയുടെ ഗാനം ഇടും. അതോടുകൂടി ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിക്കും. എന്നിട്ടകത്ത് അന്നപ്രസാദവും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ക്ഷേത്രസമിതിയുടെ ഉപഹാരം ദക്ഷിണയായി അകത്തെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും. അതിലും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും എല്ലാം ഉണ്ടാവണം. വീണ്ടും ഓരോ ദിവസവും വന്ന് പ്രവർത്തിക്കാനും അകത്ത് പോയി വഴിപാടുകൾ നടത്താനും വീണ്ടും ഒരു സത്രത്തിന് നമുക്ക് ഒരുമിച്ച് ചേരാൻ അയ്യപ്പസ്വാമി ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല പോകുന്നത് പോലെ ഇവിടെ വന്നിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരു രീതി നമുക്ക് ആവിഷ്കരിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അതിന് മറ്റൊരു കാരണം ശബരിമലയിലെ തന്ത്രി തന്നെയാണ് ഇവിടെയും തന്ത്രി. അപ്പൊ അവിടെ ചെന്ന് കാണാൻ തിരക്കുള്ള പലർക്കും ഇവിടെ വന്നാൽ അദ്ദേഹത്തെ ഒരു ദിവസം കാണാമെന്നൊരു നിലയിൽ അത് എത്തുമ്പോൾ അതിന് കൂടുതൽ പ്രൗഢി ഉണ്ടാവും. ഗുരുപൂജ കഴിഞ്ഞ് എല്ലാവരും ഈ ദീപത്തിന്റെ വാദ്യമേളങ്ങളുടെ പിന്നാലെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗുരുപൂജ. പോയി ചമ്രം പടിഞ്ഞിരുന്നൊരു മണ്ഡലം ഞാൻ ജപിച്ചു. മനസ്സിന്റെ വപുസിന്റെ കർമ്മദോഷത്തിന്റെ മാറാത്ത വ്യാധി ശമിച്ചു. അന്നത്തെ പുലരിയിൽ സന്ധ്യയിൽ അങ്ങയെ ആചമിച്ചല്ലോ ഭജിച്ചു. ആറ്റിലാടിയ നെയ്യു സേവിച്ചു. വ്യാധിക്ക് വൈദ്യനാ
ഉണ്ണി ഗണപതിയെ മടിമേലിരുത്തി ഗോപാലന്റെ കഥ ചൊല്ലിയൂട്ടുന്ന മള്ളിയൂരാണെന്റെ ഗുരുനാഥൻ. ഉണ്ണി ഗണപതിയെ മടിമേലിരുത്തി ഗോപാലന്റെ കഥ ചൊല്ലിയൂട്ടുന്ന മള്ളിയൂരാണെന്റെ ഗുരുനാഥൻ. കണ്ണുനീർ കടലിലും ഭക്തി തന്നരവണയും ഉണ്ണി ഗണപതി പ്രാതലായിരിക്കും അവിടന്നായൻ പരമഗുരുനാഥൻ. ഉണ്ണി ഗണപതിയെ മടിമേലിരുത്തി ഗോപാലന്റെ കഥ ചൊല്ലിയൂട്ടുന്ന മള്ളിയൂരാണെന്റെ ഗുരുനാഥൻ. ചുണ്ടിൽ കണ്ണന്റെ തിരുനാമം നെറ്റിയിൽ ഗോപീഹരിചന്ദനം. ചുണ്ടിൽ കണ്ണന്റെ തിരുനാമം നെറ്റിയിൽ ഗോപീഹരിചന്ദനം. കുടുമയിൽ തേവാര തുളസീതളം ഹൃദയം ഭൂലോക വൈകുണ്ഠം. കുടുമയിൽ തേവാര തുളസീതളം ഹൃദയം ഭൂലോക വൈകുണ്ഠം. ഉണ്ണി ഗണപതിയെ മടിമേലിരുത്തി ഗോപാലന്റെ കഥ ചൊല്ലിയൂട്ടുന്ന മള്ളിയൂരാണെന്റെ ഗുരുനാഥൻ. മണ്ണിന് പോലും നോവാതെ കാരുണ്യാംശം മായാതെ. മണ്ണിന് പോലും നോവാതെ കാരുണ്യാംശം മായാതെ. മള്ളിയൂരാണെന്റെ ഗുരുനാഥൻ. മള്ളിയൂരാ
വാദ്യമേളങ്ങളുടെ അമ്മയോടുകൂടി ഭദ്രദീപം അവിടേക്ക് നമുക്ക് പകരാം. അത് കഴിഞ്ഞൊരു മഴ പെയ്ത് അനുഗ്രഹിച്ച് വീട്ടിലെത്തുന്നതിന് മുൻപ് ഒരു തുള്ളി വെള്ളമൊക്കെ ദേഹത്ത് വീണു. ഇന്ന് വൈകിട്ട് ദീപാരാധന മുതൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഞങ്ങളിവിടെ എത്തുകയും ഈ 8 ദിവസം ഞങ്ങൾക്ക് അവിടുത്തെ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കിച്ചു വന്ന നന്മകൾ വേദിയിൽ വന്ന പ്രതിജ്ഞയെടുത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജീവിതത്തിൽ പുലർത്താൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇടവമാസം 5 ശബരിമലയിലെ പ്രതിഷ്ഠാ ദിനമാണ്. ഇനി ഉത്തരായനം പൂർത്തീകരിക്കാൻ 55 ദിവസമുണ്ട്. മിഥുനമാസം 30 വരെ. ഈ പ്രതിഷ്ഠാ വാർഷികം ശബരിമലയിൽ നടക്കുമ്പോൾ ഇവിടെ യജ്ഞം പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നക്ഷത്രമൊക്കെ വരുമ്പോൾ 1 മാസത്തിൽ ഒരു ഗണപതി ഹോമം, 1 മാസത്തിൽ അയ്യപ്പസ്വാമിക്ക് ഒരു നിവേദ്യം, ദേവിമാർക്ക് ഭദ്രാദേവിയും ഭുവനേശ്വരിയും അന്നപൂർണേശ്വരിയും ഇവിടെ ഉണ്ട്. അവർക്കുമൊക്കെ അവരവരാൽ കഴിയുന്ന നിലയിലുള്ള പാടിനുള്ള വഴിയായ വഴിപാടുകളൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാ മാസവും അതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കുലത്തിന് ഒരു നാശവും വരുത്താതെ, ബാലമരണങ്ങൾ അകപ്പെടാതെ, വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ, ഭാര്യാവിയോഗം പുരുഷന്മാർക്ക് വരാതെ, മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം ഉമ്പർനാട് ധർമ്മശാസ്താവും മഹാഗണപതിയും ദേവിമാരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കണം അതൊക്കെ പോകണം. ഭദ്രദൈവത്തിന്റെ പിന്നാലെ അവിടെ ചെന്ന് ഇന്ന് വൈകിട്ട് പൊളിച്ചു മാറ്റുന്ന ഈ യജ്ഞശാലയിൽ, ഇന്ന് വൈകിട്ട് എടുത്തുകൊണ്ട് പോകുന്ന വാടക വാങ്ങിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഈ ക്ഷേത്രത്തിന്റെ മോഡലും, ഇന്നലെ വരെ ഞങ്ങൾ ഈ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ച അന്നദാനപുരയും ഒന്നും നാളെയുള്ള ഈ സമയത്ത് ഉണ്ടാവില്ല. ആർക്കും പൊളിക്കാൻ പറ്റാത്ത ഒരു ക്ഷേത്രവും ഒരിക്കലും ആർക്കും പൊളിക്കാൻ പറ്റാത്ത ഒരു അന്നദാനപുരയും അകത്തുണ്ട്. അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ പോയാലും അയ്യപ്പസ്വാമി അവിടെ കാണും. വായിച്ച ഞാൻ പോകും, പൂജിച്ച തിമേനി പോകും, നമ്മളെല്ലാം പോകും. നമ്മുടെ കുട്ടികൾ വരുമ്പോഴും ആരും വിചാരിച്ചാൽ പോകാത്ത ദേവതകളകത്തുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ കുലത്തെ നോക്കിക്കണം. കുടുംബത്തെ അല്ല, കുടുംബം ഭാര്യയും ഭർത്താവും മോനും മോളുമാണ്. കുലം 7 തലമുറയാണ്. അവരെ നോക്കിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് അകത്തേക്ക് പോകുന്നത്. ആ ഭദ്രദീപം അവിടെ നിന്നാണ് ഇവിടേക്ക് പകർന്നത്. ദീപാരാധന കഴിഞ്ഞ് പകർന്ന മേൽശാന്തിയും നമ്മുടെ പൂജ ചെയ്ത മുൻ മേൽശാന്തിയും ആണ് അന്ന് രാത്രി വിഗ്രഹവും പ്രതിഷ്ഠിച്ച് ദീപവും തെളിച്ചത്. അത് ഞങ്ങൾ അവിടേക്ക് അർപ്പിക്കുകയാണ്. ഇത് ചലിക്കുന്നതാണ്, അത് ചലിക്കാത്തതാണ്. ഇത് അസ്ഥിരമാണ്, അത് സ്ഥിരമാണ്. എപ്പോ പോകുമെന്ന് അറിയാത്ത ഞങ്ങൾ ഒരിക്കലും പോകാത്ത ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. 2500 ഭാഗവത സപ്താഹ ഞങ്ങൾ 90 വയസ്സിനുള്ളിൽ നടത്തിയ മഴയോട് ഭാഗവത ഹംസം ശങ്കരൻ നമ്പൂതിരി പ്രഭാതങ്ങളാണ്. അത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം ആളുകൾക്കെന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞു തന്നതും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിൽ തോന്നിയതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ അറിയിച്ചത്. അതെല്ലാം സ്ഥിരമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാം, പ്രാർത്ഥിക്കാം.
തിരുവുള്ളക്കാവിനിൻ തിരുമുമ്പിലല്ലോ ഞാൻ അറിവിന്റെ ഹരിശ്രീ കുറിച്ചു. വരദാനമൂർത്തി നീ സംഗീത സാഗര തിരയെടുത്തെന്നിൽ നിറച്ചു. ആത്തിരയിലായിരമെടുത്തെടുത്ത് അഭിഷേക ജലമൂർത്തി വച്ചു. ഹൃദയകുംഭം നിറച്ചിവൻ വച്ചു. താളപ്രപഞ്ചമാമയ്യപ്പ സ്വാമി ചിന്തകത്തോം കേട്ട കർമ്മപുണ്യം. താളപ്രപഞ്ചമാമയ്യപ്പ സ്വാമി ചിന്തകത്തോം കേട്ട കർമ്മപുണ്യം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം. ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യകം. ചമ്രവട്ടത്തു പോയി ചമ്രം പടിഞ്ഞിരുന്നൊരു മണ്ഡലം ഞാൻ ജപിച്ചു. ചമ്രവട്ടത്തു പോയി ചമ്രം പടിഞ്ഞിരുന്നൊരു മണ്ഡലം ഞാൻ ജപിച്ചു. മനസ്സിന്റെ വപുസിന്റെ കർമ്മദോഷത്തിന്റെ മാറാത്ത വ്യാധി ശമിച്ചു. അന്നത്തെ പുലരിയിൽ സന്ധ്യയിൽ അങ്ങയെ ആചമിച്ചല്ലോ ഭജിച്ചു. ആറ്റിലാടിയ നെയ്യു സേവിച്ചു. വ്യാധിക്കു വൈദ്യനാമയ്യപ്പ സ്വാമി ചോദിച്ച വരമേകും പുണ്യപുണ്യം. വ്യാധിക്കു വൈദ്യനാമയ്യപ്പ സ്വാമി ചോദിച്ച വരമേകും പുണ്യപുണ്യം. ഹരിഹരപുത്രനാം അയ്യപ്പ സ്വാമിയെ കരളിന്റെ കൈകളാൽ കൂപ്പി. തിരുനടയിൽ നിൽക്കുന്ന അടിയന്നു അങ്ങിന്നു ഒരു പുണ്യദർശനം നൽകി. കണ്ണിന്നു കർപ്പൂരമായി